നമസ്കാരം സ്നേഹ നമസ്കാരം. ഓ, എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും AK-47, കത്തി, കുന്തം, മലപ്പുറം, മനാഫ്, കോഴിക്കോട്, വെള്ളരിപ്രാവ്, ഞമ്മന്റെ സുഡാപ്പി, ഇതാ വെളുത്ത് 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 വലിയ മാർപ്പാപ്പ പട്ടൊക്കെ നേടി സമാധാനത്തിനുള്ള അവാർഡും കൂടി ഇനി ഞമ്മന്റെ മനാഫ് സുഡാപ്പിക്ക് അങ്ങോട്ട് കൊടുത്താൽ മതിയായിരുന്നു. എന്തുട്ടാ പറയാന്ന് നോക്കൂ, എന്തൊരു കഷ്ടാണെന്ന് ആലോചിച്ചു നോക്ക്. അമിതമായിട്ട് വിനയം കാണിക്കുന്ന ആളുകളെ, പ്രത്യേകിച്ച് അതൊരു സുഡാപ്പി കൂടിയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്തരത്തിൽ മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നമ്മളൊക്കെ കൃത്യമായി തെളിവ് സഹിതം സംസാരിച്ച സമയത്ത് മനാഫിനെ അനുകൂലിക്കുന്ന കുറെ എണ്ണം നമ്മളെയൊക്കെ പച്ച തെറി വിളിക്കാൻ വേണ്ടി വന്നിരുന്നില്ലേ? ആ തെറി വിളിച്ചവന്മാർക്കൊക്കെ കൃത്യമായിട്ട് മുഖമടച്ച് അടി കൊടുത്ത് മനാഫ് എന്ന് പറയുന്ന ഡാഷ് 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 മോൻ, ബാക്കി അത് നിങ്ങളോട് പൂരിപ്പിച്ചാൽ മതി. കാരണം പലർക്കും മനാഫ് ഈ ലോകത്തിന്റെ തന്നെ മാതൃകയാണ്. നോക്കൂ, നമ്മൾക്കറിയാം ഒരു സുഡാപ്പിയെ, ഒരു ജിഹാദിയെ എങ്ങനെയാണ് ഇവിടുത്തെ ജിഹാദികൾ വെളുപ്പിച്ചെടുക്കുക എന്ന് കൃത്യമായിട്ടും അറിയാം. അത് കൃത്യമായിട്ട് മനാഫ് അത് ഉപയോഗിക്കുകയും ചെയ്തു. എന്തായാലും മനാഫിനെതിരെ അർജുൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട അർജുന്റെ കുടുംബം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഡാഷ് ഡാഷ് മോൻ ചെയ്തിട്ടുള്ള ചെറ്റത്തരങ്ങൾ എണ്ണി 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 ആ കുടുംബം ചോദിക്കുന്നു. കേൾക്ക്, മനാഫിന്റെ ആരാധകന്മാരൊക്കെ കേട്ട് കേട്ടൊന്ന് പുളകം കൊള്ളു. കാരണം നമ്മളൊക്കെ ഇത് വിളിച്ചു പറഞ്ഞ സമയത്ത് നമ്മളെ പറയാത്ത ശുദ്ധ തെറികളില്ല. പക്ഷെ നമ്മൾ എന്തായാലും ഈ അർജുന്റെ ബോഡി കിട്ടിയതോടുകൂടി തന്നെ മാന്യമായിട്ട്, അതല്ലെങ്കിൽ മാന്യതയുടെ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടും അർജുന്റെ ബോഡി കിട്ടിയ സമയത്ത് മനാഫിന്റെ പ്രവർത്തനത്തെ നമ്മളും ശ്ലാഘിച്ചുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് പ്രകൃതിയുടെ ഒരു ആവശ്യം എന്നതുകൊണ്ട് തന്നെ എന്തായാലും ഇന്ന് കൃത്യമായിട്ട് സത്യം തെളിഞ്ഞിരിക്കുന്നു, ധർമ്മം തെളിഞ്ഞിരിക്കുന്നു. ആ ശുദ്ധ ചെറ്റ ജിഹാദിയുടെ മുഖം മൂടി ഇതാ അർജുന്റെ കുടുംബം തന്നെ പറയുന്നത്. ഓരോ ആരാധക വൃന്ദങ്ങളും കേട്ടിട്ട് നമുക്ക് വേഗം ഓരോന്നായിട്ട് തിരിച്ചു പറയാം. ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ഇവരെ പറ്റിച്ചുകൊണ്ട് അവരെ കബളിപ്പിച്ചിട്ടാണ് അവരോട് എത്തുന്നത്. എന്നിട്ട് പാവം അവർ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതിനകത്ത് പറയുന്നത്. നമുക്ക് അർജുന്റെ കുടുംബമായിട്ടുള്ള അർജുന്റെ സഹോദരനും ഭാര്യയും സഹോദരിയും അമ്മയും അച്ഛനും നിരന്നിരുന്നു കൊണ്ടാണ് ഇവർക്കെതിരെ പത്രസമ്മേളനത്തിൽ രംഗത്ത് വന്നിട്ടുള്ളത്. അർജുനെ ഉപയോഗിച്ചുകൊണ്ട് മനാഫ് എന്ന് പറയുന്ന ഡാഷ്മാൻ കാട്ടിക്കൂട്ടിയ ശുദ്ധ മാടിത്തരങ്ങൾ, ചെറ്റത്തരങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേൾക്ക് ആരാധക വൃന്ദങ്ങളെ. അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലില്ല. പിന്നെ ചില ആൾക്കാര് നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ട് തരുന്ന ചില ആൾക്കാരുണ്ട്. അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ആലോചിക്കണം. അതായത് ഈ വ്യക്തിയും കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു. എന്നിട്ട് അവനൊരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളത് പിന്നെ ഏത് രീതിയിൽ അത് തിരസ്കരിക്കും. അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട്, എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക. ഇന്ന വ്യക്തികൾ ഈ പൈസ കൊടുത്തു. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് മനാഫ് വേറെ കുറെ ആളുകളെയും കൂട്ടി വരുന്നു. അയാൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. ഞമ്മന്റെ മനാഫ് കാക്ക പുതിയൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് എന്തിനാ അർജുനെ വിറ്റ് കാശാക്കുമ്പോൾ അത് തനിക്കും വേണം, തനിക്കൊരു യൂട്യൂബ് ചാനൽ വേണം, അതിലൂടെ തനിക്കും ഒരു ചാനൽ വളർത്തിയെടുക്കാമെന്ന് അർജുന്റെ ആ രക്തം അത് തിന്നുകൊണ്ട് വൃത്തികെട്ട ഈ മനുഷ്യൻ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. എന്നിട്ട് അതിൽ വീഡിയോ പിടിക്കാൻ വേണ്ടി പലരെയും കൂട്ടിക്കൊണ്ടുവരുന്നു. അതിൽ ഒരാൾ 2000 രൂപ കൊടുത്തപ്പോൾ അതും വീഡിയോ പിടിക്കുന്നു. കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ നമ്മൾക്കറിയാം, ഒരു ദുരന്തം നടന്ന വീട്ടിൽ നമ്മൾ പോകുമ്പോൾ കുട്ടികളെയൊക്കെ ആശ്വസിപ്പിക്കാൻ നമ്മൾ എന്തെങ്കിലും കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന പോലെ 2000 രൂപ കൊടുക്കുന്ന ഒരാൾ അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നു. ആര്? ഞമ്മന്റെ വെള്ള ഈ ജിഹാദി ഉണ്ടല്ലോ, ഈ സുഡാപ്പി, ഇന്നിപ്പോൾ വലിയ മാർപ്പാപ്പ പട്ടൊക്കെ കിട്ടിങ്ങനെ നിൽക്കുക, സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇനി പിന്നെ അയാൾക്കെതിരെ നമ്മളൊക്കെ വീഡിയോ ചെയ്തപ്പോ നമ്മളാരായി? വർഗീയവാദിയായി. സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ, ധർമ്മം വിളിച്ചു പറയുമ്പോൾ അവരെ വർഗീയവാദി ആക്കുക എന്നുള്ളത് ഒരു ബേസിക് മദ്രസ പൊട്ടന്റെ ബുദ്ധിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും കേരളമേ നിങ്ങൾ മനസ്സിലാക്കുക. മണ്ടൻ മലയാളി എന്ന് നിന്നെ വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? നിന്നെ ആർക്കും പറ്റിക്കാനാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത്തരത്തിലുള്ള മനാഫുമാർ ഒരു ദുരന്തം നടന്ന ആ മരണപ്പെട്ട അർജുന്റെ പേരിൽ പോലും കാട്ടിയ ശുദ്ധ ചെറ്റത്തരങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഇനി പറയുകയാണ്, ബാക്കി ഇഷ്ടം പോലെ ഉണ്ട് മക്കളെ, ഒന്നും രണ്ടും ഒന്നല്ല. ഈ കുട്ടിയുടെ, ഈ അർജുന്റെ ആ തിരച്ചിലുമായി ബന്ധപ്പെട്ട് പോലും ഈ കുടുംബം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാ പറയുന്നത്. ആ കുട്ടി, ആ അർജുന്റെ മൃതദേഹം കിട്ടാതിരിക്കാൻ പോലും ഈ വൃത്തികെട്ടവൻ പ്രവർത്തിച്ചു എന്നൊക്കെയാ പറയുന്നത്. ഇതൊന്നും ഞാൻ പറയുന്ന അല്ലട്ട, മനാഫ് കാക്കാന്റെ ആരാധക വൃന്ദങ്ങളെ. കേട്ടു നോക്കൂ. അദ്ദേഹത്തിന്റെ കൂടെ വന്ന കുറച്ച് ആൾക്കാരായിരുന്നു. 2000 രൂപയാണ് തന്നത്.
ഇതെല്ലാം ഓപ്പണായിട്ട് പറയാൻ കാരണം ഇതിൽ കളങ്കമില്ല, ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. പിന്നെ അടുത്ത വിവാദം എന്ന് പറഞ്ഞാല് ഈ അർജുന്റെ ബൈക്ക് ആളുകളിൽ അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്ത് ഒരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു. അർജുന്റെ ഭാര്യ പറയുന്നു അത് അർജുനൻ പോകുന്നതിന്റെ കുറച്ച് മുന്നെയാണ് നന്നാക്കാൻ കൊടുത്തത്. പക്ഷെ ഇപ്പോ അത് അർജുനൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കാം. അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം നന്നാക്കി എടുത്ത് കാണിച്ചുതരാം. ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ്. അതായത് അർജുൻ ഈ വണ്ടിയിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ബൈക്ക് കംപ്ലൈന്റ് ആയിരുന്നു അത്രയും. അങ്ങനെ അദ്ദേഹം ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്ത് നന്നാക്കി വെച്ചു. ആ നന്നാക്കി വെച്ചതിന് ശേഷമാണ് അർജുൻ ഈ ദുരന്തത്തിൽ പെടുന്നത്. ആ പെട്ടതിന് ശേഷം ഈ ബൈക്ക് മനാഫ് വിട്ടുകൊടുത്തില്ല, അവന്റെ വീട്ടിൽ കുട്ടപ്പനാക്കി വെച്ചിരിക്കുക. കാരണം എന്തിനാ, അവൻ അറിയാം അത് വെച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത്. അർജുന്റെ ബൈക്ക് ഇതാ ഞാൻ ഇങ്ങനെ സൂക്ഷിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾക്കറിയാലോ നവകേരള ബസ് എങ്ങനെയായിരുന്നു പിണറായി തമ്പുരാൻ കൊണ്ടുവരുന്നിരുന്നു. അതേപോലെ ഒരു ദുരന്തം നടന്ന അർജുന്റെ പേരിലുള്ള ആ ബൈക്ക് അത് വിട്ടുകൊടുക്കാതെ, കുടുംബത്തിന് വിട്ടുകൊടുക്കാതെ ആ ബൈക്കും കയ്യിൽ വെച്ചുകൊണ്ട് അതും തന്റെ ഒരു മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഇവൻ അർജുന്റെ ആ പച്ചയ്ക്കുള്ള ശവശരീരം തിന്നുകയല്ലേ ചെയ്യുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല. അതിവിനയം കാട്ടിയ ജിഹാദിയെ നിങ്ങൾ സൂക്ഷിക്കുക എന്നത് നമ്മുടെ കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിവിനയം കാട്ടുന്നത് പ്രത്യേകിച്ച് സുഡാപ്പി കൂടിയാണെങ്കിലോ പിന്നെ പറയേണ്ടതുണ്ടോ? കേൾക്ക് മക്കളെ, കേൾക്ക്. അർജുന്റെ ബൈക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുനാഫ്കാന്ന് പറഞ്ഞു യൂട്യൂബ് ചാനൽ വന്നു. ഇതിങ്ങനെ സ്പ്രെഡ് ആകും. അപ്പോ എല്ലാരും പറഞ്ഞെന്താ വെച്ചാല് നമ്മൾ പൈസ കൊടുത്ത് നന്നാക്കിയ വണ്ടിയാണ്. ഇത് ജൂലൈ 10 നന്നാക്കിച്ച വണ്ടിയാണ്. ഈ സംഭവം നടക്കുന്നതിന്റെ എത്ര മുന്നേ നടന്ന സംഭവമാണ്. ഞാൻ ഇന്നിപ്പോ പണിക്ക് പോയി വന്നതാണ്. പക്ഷെ എനിക്ക് ഒരു ആൾക്കാർ മുമ്പ് തേച്ച് ചെയ്യാനൊക്കെ ചടപ്പായിട്ട് തിരികെ വന്നതാണ്. അപ്പൊ ഈ ബൈക്കിന്റെ കാര്യം പക്ഷെ അർജുന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനിയും ആ നടപടിയും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും, ഇനിയും പ്രതികരിക്കേണ്ടി വരും. ഈ രീതിയിലല്ല, ശക്തമായിട്ട് തന്നെ ഇനിയും പ്രതികരിക്കേണ്ടി വരും എന്ന കാര്യം ഞങ്ങൾ വിനീതമായിട്ട് പറയാണ്. പിന്നെ ഈ ഘട്ടങ്ങളിലൊക്കെ അമ്മ എന്ന് പറഞ്ഞാല് വളരെ ആർക്കും മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അമ്മയുടെ വൈകാരികത്തെ പല രീതിയിൽ ഇവര് ചൂഷണം ചെയ്തിട്ട് ദിവസം ഫോൺ കോൾ ചെയ്യുന്നു, പല മെസ്സേജ് അയച്ചു. ഞങ്ങൾ എപ്പോഴും മെസ്സേജ് അയക്കും, അമ്മയുമായിട്ട് ഡെയിലി മെസ്സേജ് അയക്കുന്നു. ഇല്ലാത്ത കാര്യങ്ങൾ, ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ അടുത്ത മാർക്കറ്റിംഗ്. അമ്മയുമായിട്ട് അല്ലെങ്കിൽ ഈ കുടുംബവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എന്ന് പിന്നെ നോക്കൂ, അവനറിയാം പിടിക്കേണ്ട മർമ്മം എവിടെയാണെന്ന്. ഞമ്മന്റെ മനാഫ് നന്മമരത്തിന് അറിയാം. നന്മമരം മരിച്ച ആ കുട്ടിയുടെ അമ്മയെ എങ്ങനെയാണ് മർമ്മത്ത് പിടിച്ചുകൊണ്ട് ഏത് രീതിയിലാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വരേണ്ടതെന്ന് ഞമ്മന്റെ നന്മമരം മനാഫിന് അറിയാം. മനാഫ് ഈ അമ്മയ്ക്ക് ഡെയിലി മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു, ഞങ്ങളുണ്ട് കൂടെ, അത് ഇത് പറഞ്ഞുകൊണ്ട് ചാനലുകളിൽ കിടന്നിങ്ങനെ തൂറി എറിഞ്ഞത് നമ്മൾ കണ്ടതല്ലേ. എന്നാൽ ഈ കുടുംബം തന്നെ പറയുന്നു പച്ച കള്ളമാണ് പറയുന്നത് മനാഫ്. അയാളുടെ മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഞങ്ങളുടെ അമ്മയെ പോലും, അർജുന്റെ അമ്മയെ പോലും ഉപയോഗിക്കുന്നതെന്ന്. ഇതിൽ കൂടുതൽ ഈ കുടുംബം പറയുമ്പോൾ ഇനി എന്താണ് ഞമ്മന്റെ നന്മമരം പറയാനുള്ളത് എന്ന് ലാസ്റ്റ് ഉണ്ട്, കേൾക്കാം ബാക്കി കൂടി. അന്ന് തന്നെ അവിടെ നിന്ന് അറിയാം നമുക്ക്. പിന്നെ ഈശ്വർ മാൽപേ തിരിച്ചു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിരുന്നു. ആ വിവാദത്തിൽ അവർ ചെയ്ത പണി എന്താ വെച്ചാല് അമ്മയെ ആ ലൈവിൽ, അമ്മയ്ക്കറിയില്ല അത് ലൈവിലാണ് പോകുന്നത്, അമ്മേനെ വിളിച്ചിട്ട് ഫോൺ കൊടുത്തിട്ട് മാധ്യമങ്ങൾ മുന്നിൽ വെച്ചു. നമുക്ക് എത്ര ചെയ്തെന്ന് നോക്കും. പിന്നെ ഞാൻ വേറൊരു സാധനം എന്നിട്ട് അതിനുശേഷം പിന്നെ അമ്മ വളരെ പിന്നെ വൈകാരികമായിട്ട് അമ്മയ്ക്ക് ഇതിനിടയ്ക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രോക്കിന്റെ ഇഷ്യൂ മൂലം ഇനിയൊരു ഓപ്പറേഷൻ സാധ്യമല്ല എന്നുള്ള ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞ സംഭവമാണ്. അപ്പൊ ഞങ്ങള് ഇത് ഒരുപാട് അമ്മയെ വൈകാരിക തലത്തിൽ മാറ്റരുത്, അമ്മയെ വിളിക്കരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കൂ, അമ്മയെ ഡയറക്റ്റ് വിളിക്കരുത്. അമ്മ എന്ന് പറഞ്ഞാൽ ഈ മകന്റെ കിട്ടാത്ത ഒരു വേദന എപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോ അതാണോ ശരി, അല്ലെ ഇതാണ് ശരി എന്ന് അമ്മ ഓട്ടോമാറ്റിക്കലി ചിന്തിച്ചു പോവുക. അമ്മേനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അമ്മയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. മകൻ നഷ്ടപ്പെട്ട ആ വേദന എല്ലാവർക്കും അറിയുന്ന പോലെ ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ആ വേദനയോട് കടന്നു. ഞങ്ങൾ അവിടെ എല്ലാം നിന്നിരുന്നത് ഒരു തുള്ളി കളങ്കമില്ലാതെ എത്രയും പെട്ടെന്ന് അർജുനെ തിരിച്ചെത്തി വീട്ടിലെത്തിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് പോയത്. പക്ഷെ അതിനിടയിലാണ് ഈ കളികൾ. മൂന്നാം ഘട്ട തിരച്ചില് ആക്ച്വലി മാൽപ്പയുടെ ആവശ്യമില്ല. അവിടെ ഔദ്യോഗികമായിട്ട് ആരും വിളിച്ചിട്ടല്ല മാൽപ്പ വന്നത്. മാൽപ്പയെ കൊണ്ടുവന്നത് മനാഫയാണ്.
ഈ മനാഫയും മാൽപ്പയും പിന്നെ അവിടെ ഡ്രഡ്ജറും വെച്ചിട്ട് ഒരു നാടക പരമ്പരയായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് അവിടെ ഉള്ള മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം. ആദ്യത്തെ രണ്ടാമത്തെ ദിവസം ഈ ഡ്രഡ്ജറിന്റെ എല്ലാ എഫോർട്ടും ഈ ഈ മാൽപ്പയെ കേന്ദ്രീകരിച്ച് പോയത് കൊണ്ട് 2 ദിവസം നമുക്ക് നഷ്ടം വരും. ആദ്യത്തെ 2 ദിവസം നമുക്ക് നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി. പിന്നെ ആ നോക്കൂ, അർജുന്റെ ബോഡി കിട്ടാൻ അതല്ലെങ്കിൽ ഈ തെരച്ചിലിൽ 9 ദിവസമാണ് ഈ മനാഫും ഈ പറയുന്ന ഏതോ വേറെ രഞ്ജിത്ത് ഇസ്രയേലോ പിന്നെ കുറെ എണ്ണം കൂടിയിട്ട് ഇവിടെ തെരയൂ എന്ന് മണ്ണിൽ പൂർണ്ണമായിട്ടും തെരയിച്ച് അവസാനം ഒരു ഇറ്റ് മണ്ണ് പോലും മാന്താനില്ലായപ്പോഴായപ്പോ പറഞ്ഞത് നമുക്ക് വെള്ളത്തിൽ തെരയാ ഇനി എന്നുള്ളത്. ആലോചിച്ച് നോക്കും, ഈ 9 ദിവസം കളഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ഇവൻ തന്നെയാണെന്ന് അന്ന് നമ്മളൊക്കെ പറഞ്ഞ സമയത്ത് നമ്മളെ തെറി വിളിച്ചവന്മാരൊക്കെ ഇപ്പൊ ആരായി ശശിമാരായി. ഇതാ ഞമ്മന്റെ നന്മമരത്തിനെതിരെ യഥാർത്ഥ തെളിവുകളുമായി മരിച്ച അർജുന്റെ കുടുംബം തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. മറ്റൊന്നും ഇനി പറയേണ്ടതില്ല, ബാക്കി കേൾക്കാം. ആ സമയത്താണ് പിന്നെ അവിടുത്തെ SP-ക്കും MLA-ക്കും ഈ കാര്യം മനസ്സിലാവുകയും അത് ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അത് പ്രകാരം മാൽപ്പയെ അവിടുന്ന് ഇനി കാരണം മാൽപ്പയെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ അവിടെ SP പറഞ്ഞു, നാരായണ പറഞ്ഞു, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എന്നോട് അഞ്ജുവും ആ ബിജുവിനോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഔദ്യോഗിക സംവിധാനമുണ്ട്. അഭിപ്രായം നോക്കൂ, ഇത്രയും കാലം അഞ്ജു പെട്ടെന്ന് തരത്തിൽ വൈകാരിക സ്ഥലത്തേക്ക് പോകാൻ കാരണം അവിടുത്തെ ഈ കളികളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ജു ഇത്രയും വൈകാരിക സ്ഥലത്തേക്ക് മാറിപ്പോയി. അവളാണ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവര് ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി പൊക്കുന്നതും ഇതെല്ലാം നാട്ടിൽ അതിന് നമ്മുടെ മുഖ്യധാരം അർജുനോട് കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ, കോമൺ സെൻസ് ആണ്. അപ്പം ഇതെല്ലാം ഈശ്വർ മാൽപ്പയും പിന്നെ മനാഫയും കൂടി നടന്ന ഒരു പിന്നെ നാടക പരമ്പരയായിരുന്നു നടന്നത്. അന്നൊന്നും ഞങ്ങൾക്ക് ഇത് പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം ഞങ്ങൾ കൊണ്ട് ഇപ്പൊ പറയിപ്പിച്ചതാണ്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാം നിർത്തണം തീരുമാനിച്ച കിട്ടിക്കഴിഞ്ഞ് ഞങ്ങളിതൊക്കെ കണ്ടു നിൽക്കുമ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം നിർത്താം, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പോവാം. ഞാൻ മനാഫ്ക്കായി ചെയ്ത മെസ്സേജുകൾ നിങ്ങൾക്ക് വേണേൽ കാണിച്ചു തരാം. ഒന്ന് നിർത്തണം. ഇത് ഓരോ ദിവസവും 3-4 വീഡിയോ വെച്ചിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കും. കാരണം ഞങ്ങളെ എന്ത് ഇന്റർവ്യൂ നടത്തുമ്പോഴും അത് ഞങ്ങളെ ബാധിക്കാണ്, ഞങ്ങളെ കുടുംബത്തിനെതിരെ ബാധിക്കാണ്. എന്തൊരു ഇന്റർവ്യൂ നടക്കുമ്പോഴും അതിൽ ഓരോ നമ്മൾക്ക് കുടുംബത്തിനെതിരെ ക്വസ്റ്റ്യൻസ് വരും, അതിന് ഉത്തരം നൽകൂ, പ്രശ്നം വരും, പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം. ഞാൻ ഇത്ര കോണ്ടാക്ട് ചെയ്തിട്ട് മനാഫ്ക്ക മെസ്സേജിന് റിപ്ലൈ ചെയ്ത് ഒന്നുമില്ല. നിർത്താനുള്ള ഒരു ഭാവമല്ല. അന്ന് മുതലേ പറയുന്ന ഒരു കാര്യം നോക്കൂ, അർജുന്റെ മൃതദേഹം അടക്കിയതിന് ശേഷമെങ്കിലും ഇനി നിങ്ങൾ ഇത് നിർത്തൂ, ഇനി അർജുന്റെ പേരും പറഞ്ഞ് യൂട്യൂബ് ചാനലുകളെല്ലാം കയറി ഇറങ്ങിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നന്മമരം എന്ന് പറയുന്ന മാർക്കറ്റിംഗ് നിർത്തൂ എന്ന് ഈ കുടുംബം 100 വട്ടം പറഞ്ഞിട്ടും അത് കേട്ട മട്ട് കാണിക്കാതെ ഒരു മറുപടി പോലും കൊടുക്കാതെ ഇയാൾ ഫോൺ അറ്റൻഡ് ചെയ്യാതെ വാട്സപ്പിൽ മെസ്സേജ് പോലും ത്യജിച്ചുകൊണ്ട് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ചാനലുകൾ കയറി ഇറങ്ങിക്കൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ ഒരു ഇലക്ഷൻ നടന്നാൽ ഞമ്മന്റെ മനാഫിനൊക്കെ കൂടെ കൊണ്ട് കുത്തി വല്ല MP-യോ ഇനി ഇവിടെ വേറെ വലുതാക്കി കൊടുക്കാൻ ഇവിടത്തെ മണ്ടൻ മലയാളിയെ തയ്യാറാക്കുക എന്നതായിരുന്നു ഈ നന്മമരത്തിന്റെ ലക്ഷ്യം എന്നതാണ് യാഥാർത്ഥ്യം. ബാക്കി കേൾക്കും മക്കളെ, ഇതൊന്നുമല്ല ഇനി ആ തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്നുണ്ട്, അത് കേൾക്കാം. ലോറിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ മീൻസ് അർജുനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നിർത്തുന്ന അന്ന് മുതൽ മൂപ്പര് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പോഴും നിർത്തുന്നില്ല. ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും അർജുനെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഈ പിന്നെ ഇതില് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഈ ഡ്രഡ്ജർ കൊണ്ടുവരാൻ പറ്റില്ല ജിതിനെ. അതിലൊന്നൊരു കാര്യമില്ല. എനക്ക് തോന്നുന്നുണ്ടോ ഡ്രഡ്ജർ കൊണ്ടുവരും എന്ന് പറയുന്നത് രീതിയിലേക്കുള്ള കാര്യങ്ങൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും പിന്നെ ആ രീതിയിലേക്കുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. ഇത് കിട്ടുന്നതിന്റെ തലേന്ന് അവിടെ ഞങ്ങൾ കച്ചറുണ്ടായിരുന്നു, ഞാനോ അളിയനോ മനാഫ്ക്കായും കൂടി നിന്നത്. അതായത് ഈ ഒരു ഡ്രഡ്ജർ ഞങ്ങൾ പറഞ്ഞു നിങ്ങളെ ഈ കളി കൊണ്ട് ചിലപ്പോൾ നിർത്തിവെച്ച് പോകുന്നു. ഈ ഡ്രഡ്ജറിന് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ ഡ്രഡ്ജർ ഞങ്ങൾ ഫാമിലിയിലെ നിർബന്ധപ്രകാരം അതായത് ഈ ബോഡി കണ്ടെടുക്കാൻ വേണ്ടി വണ്ടി കണ്ടെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഡ്രഡ്ജർ ഉണ്ടല്ലോ, ഈ ഡ്രഡ്ജർ മുടക്കാൻ വേണ്ടി ആ തിരച്ചിൽ മുടക്കാൻ വേണ്ടി ഈ മനാഫ് ശ്രമിച്ചു, മാൽപ്പ അടക്കമുള്ളവരെ കൂട്ടിക്കൊണ്ട് ശ്രമിച്ചു. അങ്ങനെ അവിടെ വലിയൊരു കച്ചറ വന്നുകൊണ്ട് വഴക്കുണ്ടായിക്കൊണ്ട് ആ ഡ്രഡ്ജർ സിസ്റ്റം ആ ഒരു തിരച്ചിൽ നിർത്തിക്കൊണ്ട് അവർ പോവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിലെ ഈ ജിതിൻ എന്ന് പറയുന്ന അനിയനായിട്ടുള്ള അതല്ലെങ്കിൽ അളിയനായിട്ടുള്ള ഇവരെല്ലാവരും തമ്മിൽ വഴക്ക് വരെ ഉണ്ടായി എന്നാ പറയുന്നത് മനാഫുമായിട്ട്. മനാഫിന് ഇത് മുടക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, നീട്ടി കൊണ്ടുപോകണം.
എന്തിനാ അയാളുടെ യൂട്യൂബ് ചാനൽ വളർത്തിക്കൊണ്ടുവരണം, പിന്നെയോ കോടിക്കണക്കിന് രൂപ കട്ടെടുക്കണം ഈ മുഖാന്തരം. അതായത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് 2000, 3000, 20,000, 10,000 വെച്ച് ഓരോരുത്തർ കൊടുക്കുമ്പോൾ ആ പണം വാങ്ങി സ്വരൂപിക്കുക. ഇനി പണം കിട്ടിയിട്ടുണ്ടെന്ന് ഇവൻ പറഞ്ഞു, ആ പറഞ്ഞതൊക്കെ ഈ കുടുംബം പറയുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ അർജുന്റെ പേരിൽ നീ സ്വരൂപിച്ച പണം നീ ഇങ്ങനെ ആളുകളെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ആ കാശ് വേണ്ടെന്ന് മാന്യതയുടെ ഈ കുടുംബം പറഞ്ഞു. ഇനി ഞമ്മന്റെ ഈ നന്മമരത്തെ വെളുപ്പിക്കാൻ വേണ്ടി സുടുക്കളെ എങ്ങനെ ഇറങ്ങുക എന്നുള്ളത് ഞാൻ അവസരം പറഞ്ഞുതരാം, കുറച്ചുകൂടെ കേട്ടു നോക്കാം. വന്ന ട്രെഡ്ജറാണ്. അപ്പൊ അത് നിർത്തി പോകുമ്പോൾ അതിനുള്ള സങ്കടം എങ്ങനെയാണ്, കാരണം ഏട്ടന് കിട്ടാനുള്ള ലാസ്റ്റ് ഓപ്ഷനാണ്. അതിനെ കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തുള്ള ഇത് ട്രെഡ്ജർ മതിയായിരുന്നു. കാരണം ഇനി എന്ത് കൊണ്ടുവന്നാലും അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. യെസ്, അതായത് ഇവൻ പറയുകയാണ്, മനോഫ് പറയുകയാണ്, മലപ്പുറത്തുള്ള ഒരു ഡ്രഡ്ജർ ഉണ്ട്, അത് കൊണ്ടു കഴിഞ്ഞാൽ ഇവന്റെ മൃതദേഹം കിട്ടും, അർജുന്റെ ദേഹം കിട്ടും, അത് നമുക്ക് കൊണ്ടുവരാം, ഇത് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മന്റെ ആളുകളെ മലപ്പുറത്തുനിന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ ബലം പിടിച്ചു. അവസാനം ഇത് മുടങ്ങുമെന്ന അവസ്ഥ വന്ന സമയത്ത് വഴക്ക് പോലും ഉണ്ടായി. അത് മുടങ്ങിയിരുന്നെങ്കിൽ അർജുന്റെ മൃതദേഹം ഒരിക്കലും കിട്ടില്ലായിരുന്നു എന്ന് കുടുംബം പറയുന്നു. അപ്പോൾ ഇവൻ മനാഫ് ഉദ്ദേശിച്ചത് എന്താണ് എന്ന് കുടുംബം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അർജുന്റെ മൃതദേഹം കിട്ടാതിരിക്കൽ തന്നെയായിരുന്നു ഇവൻ ഉദ്ദേശിച്ചത് എന്ന് ഇവരുടെ വരികളിൽ വ്യക്തമാണ്. കേട്ടു നോക്കാം. ആരാണ് സ്റ്റോപ്പ് ചെയ്തത്? ഞങ്ങൾ അതിനെതിരെ കടന്ന് കച്ചറ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തലേ പിറ്റേ ദിവസമാണ് പൊന്തിച്ചു കഴിഞ്ഞപ്പോ ഈ ഫ്രെയിം ഒന്നായിട്ട് അതിൽ ഞാൻ പറഞ്ഞുതരാം. അതില് അന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാന്, അഭിജിത്ത്, അഞ്ജു, ഞങ്ങൾ എല്ലാവരും ഡ്രഡ്ജറിൽ കയറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കയറി അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളോട് പിന്നെ SP ആണെങ്കിൽ MLA പറഞ്ഞു, ഇത് കോൺഫിഡൻഷ്യലാണ്, ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പുറത്തു വിടാൻ പാടില്ല എന്ന വ്യക്തമായ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്ക് വണ്ടി ഇരിക്കുന്ന പോയിന്റുകൾ കറക്റ്റ് അറിയാം. ഈ പറഞ്ഞ ഇന്ദ്രപാലൻ സാർ പറഞ്ഞ CP2 എന്ന പോയിന്റിൽ ഈ വണ്ടിയുണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ സാധ്യത. എന്നിരുന്നാൽ കൂടിയിട്ടും മറ്റ് കേന്ദ്രങ്ങൾ നമ്മൾ ആദ്യം ഒരു പ്രാഥമിക തിരച്ചിൽ നമ്മൾ നടത്തും. മറ്റ് 3-4 പോയിന്റുകൾ പ്രാഥമികമായി നടത്തും. വരും ദിവസങ്ങളിൽ ആ 3-4 പോയിന്റുകളിലേക്ക് നമ്മൾ തിരച്ചിൽ നടത്തും. കാരണം എന്തെന്ന് വെച്ചാൽ ആ പോയിന്റ് നമുക്കുണ്ട്, അവിടെ കുറച്ച് ആഴം കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ അർജുന്റെ വണ്ടി കണ്ടെത്തിയ സ്ഥലത്ത്. അപ്പോൾ അത് വൈകുന്നേരങ്ങളിൽ മാത്രമായിരുന്നു, അവിടെ വേലി ഇറക്ക സമയത്ത് മാത്രമായിരുന്നു അവിടെ തിരച്ചിൽ സാധ്യമാകുക. അതുകൊണ്ട് തന്നെ അവിടുത്തെ എടുക്കാൻ സാധ്യമായ മണ്ണുകളെല്ലാം അവർ നീക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടിയിട്ട് ആ മറ്റ് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ അവർ തുടങ്ങും. പക്ഷേ നമ്മുടെ യഥാർത്ഥ പോയിന്റ് ഇവിടെയല്ല, അവിടെയാണ് എന്നുള്ള വ്യക്തമായ പിക്ചർ നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾക്ക് മാധ്യമങ്ങളോടോ മറ്റാളോടോ പറയാനുള്ള ഒരു വിലക്ക് അവിടെ നിന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് വ്യത്യസ്ത നിലപാടുകൾ അന്നുണ്ടായിരുന്നു അവിടുത്തെ പിന്നെ ഭരണകൂടമായാലും എല്ലാവരും. പക്ഷെ അതിനുശേഷം 3ാം ഘട്ട തിരച്ചിൽ പൂർണ്ണമായിട്ടും അവിടുത്തെ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. അവർ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ യോജിച്ചു നിന്നു, ഞങ്ങൾ കുടുംബം ഒരുമിച്ച് യോജിച്ച് നടന്നു. ഈ കാര്യങ്ങൾ പിന്നെ അവർ പറഞ്ഞത് ഇന്ന സ്ഥലത്ത് വണ്ടി ഇന്ന ഭാഗത്ത് ഉണ്ട്, എക്സാക്ട് പോയിന്റ് അല്ല പറഞ്ഞത്, ഇന്ന ഭാഗത്ത് വണ്ടി ഉണ്ട്, അവിടെ തന്നെയാണ് വണ്ടി, പക്ഷെ നിങ്ങൾ ഇതൊന്നും മാധ്യമങ്ങളോട് ഇപ്പൊ പറയരുത്. ആ ഒരു പിറ്റേന്നാണ് ഈ ആക്ഷൻ കമ്മിറ്റിക്കാരും എല്ലാവരും വന്ന് ഞങ്ങൾക്ക് അവർക്ക് എത്തിക്ക് കൊടുക്കാൻ ലെറ്റർ, ഈ ലെറ്റർ കൊണ്ട് കാര്യമില്ല, മറ്റൊരു സംഭവം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇന്റർപ്രൈസ് അതായത് നമ്മുടെ അടുത്ത് ഇന്റർപ്രൈസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. നമുക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമുക്കറിയാം എത്രത്തോളം പിന്നെ കാത്തിരുന്നിട്ടാണ് ഈ ഡ്രഡ്ജർ അവിടെ എത്തി. കാലാവസ്ഥ വെല്ലുവിളിയായിരുന്നു, ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് ഡ്രഡ്ജർ അവിടെ എത്തിയത്. ആ ഡ്രഡ്ജർ എത്തുന്നതിലെ രാഘവേട്ടനാണെങ്കിലും AK ഇവർക്കെല്ലാം അറിയാം അതിന്റെ എത്രത്തോളം ത്യാഗം സഹിച്ചിട്ടാണ് അവിടെ എത്തിയതെന്നുള്ളത്. അപ്പൊ ഇങ്ങനൊരു സംഭവത്തെ അവർ തകർക്കാൻ ശ്രമിക്കുക എനിക്ക് ഉറപ്പായിരുന്നു. അന്ന് ഡ്രഡ്ജറിൽ കയറ്റി വന്നപ്പോ ഞങ്ങളോട് SP MLA പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ മനാഫിനെതിരെ എനിക്ക് റിട്ടേൺ കംപ്ലൈന്റ് തരൂ, അദ്ദേഹം ഇതിനെല്ലാം വഴി തിരിച്ചു വിടുന്നുണ്ട്, 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഇവിടെ തുരത്താം. പക്ഷേ ഞങ്ങൾ ചെയ്തില്ല. അത് ചെയ്യല്ലേ ഞങ്ങളത് ചെയ്തില്ല. ഞങ്ങളിപ്പോൾ പറയുന്ന SP കാർവാർ SP MLA രണ്ടുപേരും ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. പക്ഷെ നമ്മൾ അതിന് കൂട്ടുനിന്നില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ശരി, പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ചെയ്തില്ല. അങ്ങനെ ഈ ആക്ഷൻ കമ്മിറ്റിക്കാർ വരികയും ഈ രീതിയിലുള്ള നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ കിട്ടും, ഞങ്ങൾക്കെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, അതിന് പുറത്താണ് അവിടെ നിൽക്കുന്നതും എല്ലാ കാര്യങ്ങളും. എപ്പോ എങ്ങനെ കിട്ടും എന്നുള്ള എല്ലാ കാഴ്ചപ്പാട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. അപ്പൊ അതിനിടയിലാണ് ഈ വക ഒരു കാര്യം ഒന്നും അറിയാത്ത ആൾക്കാർ ഇതിൽ വന്ന് ഇടപെടുകയും ഈ മനാഫിക്ക് ആണെങ്കിൽ പോലും അവിടെ എന്താ അവർ ഉദ്ദേശിച്ചത് മാൽപ്പയായിട്ടുള്ള അതെടുക്കുക, വീഡിയോ ഇടുക, അതിൽ വ്യൂവേഴ്സ് കൂട്ടുക, ആ ഒരു കാര്യമാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പം
ഈ വ്യക്തമായുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ധരിച്ചത്. അതിനുശേഷമാണ് മാധ്യമങ്ങളെല്ലാം ആ റെഡിൽ കയറ്റിയത്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് കരുതുന്നു. അതിനുശേഷം എല്ലാ മാധ്യമങ്ങളുടെയും മറ്റാൾക്കാരെയും ആ റെഡിൽ കയറ്റുകയുണ്ടായി. പക്ഷെ ഈ കാര്യം കോൺഫിഡൻഷ്യൽ ആയിരുന്നു. ഈ കാര്യം വളരെ കോൺഫിഡൻഷ്യൽ ആയ കാര്യമായിരുന്നു. അത് നമുക്കും പറയാനുള്ള, ആരോടും പറയാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ 25-ാം തീയതി രാവിലെ തന്നെ ഈ ഡൈവിങ്, അതായത് ആ ഭാഗത്ത് നിന്ന് ഡൈവിങ് ചെയ്ത് ഏകദേശം 2 കിലോളം മണ്ണ് കൈകൊണ്ട് മാറ്റിയതിനു ശേഷമാണ് ഈ വണ്ടി കണ്ടതും ഈ വണ്ടിക്ക് റോപ്പ് ഇട്ട് കെട്ടുകയും റോപ്പ് ഇട്ട് കെട്ടി അരമണിക്കൂറിനകം ഞങ്ങൾ, അതായത് എനിക്ക് അതിന്റെ ഇൻഫർമേഷൻ ലഭിച്ചു, ഇത് അർജുൻ സഞ്ചരിച്ച വാഹനമാണ്, അതിനാണ് ഈ റോപ്പ് കെട്ടി വെച്ചിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി. ഔദ്യോഗികമായിട്ട് നമുക്ക് കിട്ടി. പക്ഷെ അപ്പോഴും നമുക്ക് ഇത് മാധ്യമങ്ങളോട് പറയാനുള്ള ഇതുണ്ടായിരുന്നില്ല. അന്ന് 2 മണിയാകുമ്പോഴേക്കാണ് ഈ അഭിഷേകം. ഇത്രയും കാര്യം അഞ്ചു പെട്ടെന്ന് തരത്തെ വൈകാരിക തലത്തിൽ പോകാൻ കാരണം അവിടുത്തെ ഈ കളികളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ചു ഇത്രയും വൈകാരിക തലത്തിൽ മാറിപ്പോയി. അവളാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇവര് ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി പൊക്കുന്നതും ഇതെല്ലാം നാട്ടിൽ, അതിന് നമ്മുടെ മുഖ്യധാരം അർജുനോട് കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ, കോമൺ സെൻസ് ആണ്. അപ്പം ഇതെല്ലാം ഈശ്വർ മാൽപ്പയും മനാഫയും കൂടി നടന്ന ഒരു നാടക പരമ്പരയായിരുന്നു നടന്നത്. അന്നൊന്നും ഞങ്ങൾക്ക് ഇത് പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ഇപ്പൊ പറയിപ്പിച്ചതാണ്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാം നിർത്തണം തീരുമാനിച്ചത് ഞങ്ങൾ. കിട്ടിക്കഴിഞ്ഞ് ഞങ്ങളിതൊക്കെ കണ്ടു നിൽക്കുമ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം നിർത്താം, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പോവാം. ഞാൻ നോക്കൂ, അതായത് ഇവനെ കൃത്യമായിട്ടും ഇത് നീട്ടിക്കൊണ്ടു പോവലായിരുന്നു വേണ്ടിയിരുന്നത് എന്ന ചിന്തയാണ് കൃത്യമായിട്ടും അർജുന്റെ കുടുംബം വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല ഇവൻ എന്താണ് ചെയ്തത്, ഈ കുടുംബത്തെ കൃത്യമായിട്ട് അവിടെ വഴിതിരിച്ചു വിടാനും അവിടുത്തെ അന്വേഷണം വഴിതെറ്റിച്ചുകൊണ്ട് നീട്ടിക്കൊണ്ടുപോയി ഇവൻ തുടങ്ങിയ യൂട്യൂബ് ചാനലിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടി അർജുന്റെ വിഷയങ്ങൾ ഡെയിലി ചെയ്യാൻ വേണ്ടി നീട്ടിക്കൊണ്ടു പോകാം. അപ്പോൾ ഇവന്റെ ലക്ഷ്യം എന്താ, ക്രൂരമായിട്ടുള്ള ലക്ഷ്യം എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കും. ഇതുകൊണ്ടാണ് തരുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത് ഇവറ്റകളെ എന്ന് നമ്മുടെ കാരണവന്മാർ പറഞ്ഞിട്ടില്ലേ? ഒരു ദുരന്തം നടന്ന ഒരു കുട്ടിയുടെ, ഇവന്റെ ഡ്രൈവർ ആയിരുന്ന അർജുൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മൃതദേഹം കിട്ടാൻ വേണ്ടി പോലും അതുപോലും മുടക്കാൻ വേണ്ടി കളിച്ച കളി ഈ കുടുംബം ഇന്ന് തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നത്. എന്തുകൊണ്ടെന്നറിയാമോ? ഇവന്റെ ബോഡി കിട്ടിയതിനു ശേഷം കുടുംബം നടത്തിയ ഒരു പത്രസമ്മേളനം കണ്ടിരുന്നു നിങ്ങൾ എല്ലാവരും. അതിൽ അർജുന്റെ സഹോദരിയുള്ള അഞ്ജു എന്നാണ് തോന്നുന്നു ആ കുട്ടിയുടെ പേര്. ആ അഞ്ജു മാധ്യമങ്ങളോട് സംസാരിച്ച സമയത്ത് മനാഫ് എന്ന് പറയുന്ന ഒരു വാക്ക് പോലും അവർ ഉച്ചരിച്ചില്ല എന്നത് ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? അപ്പോൾ അവർക്ക് അറിയാമായിരുന്നു ഈ മനാഫ് എന്ന് പറയുന്ന ഈ ക്ഷുദ്രജീവി, ഈ ജിഹാദി അവിടെ അർജുന്റെ ആ മൃതദേഹം കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്ത ശുദ്ധ ചെറ്റത്തരങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെയായിരുന്നു അവർ മനാഫിന്റെ ആ പേര് അവിടെ ഉച്ചരിക്കാതിരുന്നത്. അതുകൊണ്ട് അവർക്ക് കിട്ടിയ ഗുണം എന്തായിരുന്നു? നോക്കൂ, മനാഫിന്റെ ആരാധക വൃന്ദങ്ങൾ മേത്തന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? ഈ പാവം പിടിച്ച സ്ത്രീയുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് അവരെ ഭീഷണിപ്പെടുത്തുകയും അത്തരത്തിൽ വളരെ മോശകരമായ രീതിയിൽ ആ കുടുംബത്തെ, ഈ വാർത്ത, ഈ ഇന്റർവ്യൂ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം. അതിന്റെ താഴെയുള്ള കമന്റുകളൊക്കെ നിങ്ങളൊന്ന് പോയി വായിച്ചു നോക്കുക. ഈ കുടുംബത്തിൽ അഞ്ജു എന്ന് പറയുന്ന ആ പെൺകുട്ടിക്കെതിരെ വന്നിരിക്കുന്ന പച്ച തെറികളും കമന്റുകളും നന്ദികേട് കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നന്ദികേട് അല്ല കാണിച്ചത്, ഈ ക്ഷുദ്രജീവി ഇതായിരുന്നു എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നത് അർജുന്റെ കുടുംബത്തിന് ആ അർജുന്റെ മൃതദേഹം കിട്ടാൻ വേണ്ടി മനാഫിനെ പോലെ തന്നെ, അതല്ലെങ്കിൽ മനാഫിന്റെക്കാൾ അധികം റിസ്ക് എടുത്ത്, കാരണം അവരുടെ ചോരയാണ് അർജുൻ, ആ ചോരയെ കിട്ടാൻ വേണ്ടി അവിടെ പണിയെടുക്കുമ്പോൾ ഇവൻ കാട്ടിക്കൂട്ടിയത് എന്താ? യൂട്യൂബ് ചാനൽ തുടങ്ങി അത് നീട്ടി കൊണ്ടുപോയി അവന് കാശുണ്ടാക്കാൻ ഒരു ചാനൽ വളർത്തിയെടുക്കുക. പിന്നെയും അർജുന്റെ പേരിൽ കിട്ടുന്ന കാശ് തിരിച്ചെടുക്കുക. അവന് കാശ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് ഇനി ഇവർ പറയുന്നുണ്ട്. കേട്ടു നോക്കാം മക്കളെ, ബാക്കി കൂടെ കുറച്ചുകൂടെ കേൾക്കാനുണ്ട്. അതിനുശേഷം ഈ ക്ഷുദ്രജീവിക്ക് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കാനുണ്ട്. കേട്ടു നോക്കാം. അരമണിക്കൂറിനകം ഞങ്ങൾ, അതായത് എനിക്ക് അതിന്റെ ഇൻഫർമേഷൻ ലഭിച്ചു, ഇത് അർജുൻ സഞ്ചരിച്ച വാഹനമാണ്, അതിനാണ് ഈ റോപ്പ് കെട്ടി വെച്ചിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി. ഔദ്യോഗികമായിട്ട് നമുക്ക് കിട്ടി. പക്ഷെ അപ്പോഴും നമുക്ക് ഇത് മാധ്യമങ്ങളോട് പറയാനുള്ള ഇവർ പറയുന്ന, അതായത് ചെയ്തു. അതിവൈകാരികമായിട്ടാണ് പല മാധ്യമ പ്രവർത്തകരും അവിടെ റിപ്പോർട്ട് ചെയ്തത്. അന്നാണ് മനസ്സിലായി മാധ്യമ പ്രവർത്തനം ഇങ്ങനെ ഒരു തലവും ഉണ്ട് എന്ന് നേരിട്ട് കണ്ട് ഒരു വ്യക്തികളാണ് ഞങ്ങൾ. അവരും കരഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് അതിൽ ഭൂരിഭാഗവും. കാരണം തുടക്കം മുതൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ മാധ്യമ പ്രവർത്തകരെല്ലാവരും. അപ്പോ ഈ സമയത്താണ് പുള്ളി അവിടെ നിന്ന് പറയുന്നത്, ഗംഗാവലി പുഴയിൽ അങ്ങനെ അർജുനെ ഇട്ടു പോകാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് എടുത്തു. അത് സോഷ്യൽ മീഡിയ ഏറ്റുപിടിച്ചും അതിന്
കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പിന്നീടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ യഥാർത്ഥമായിട്ട് നമുക്ക് ചെയ്തു തന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്തായിരുന്നു ഡയലോഗ്? ഗംഗാവലി പുഴയിൽ ഇട്ടുപോവാൻ ഞാൻ ഇട്ടുപോവില്ല, അർജുനെയും കൊണ്ടേ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകും, ഇതാ അർജുനെ കിട്ടിയിരിക്കുന്നു, ഞാനിത് അമ്മയ്ക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നൊക്കെ ഡയലോഗ് അടിച്ച ഇവനെ എന്താണ് ഇനി വിളിക്കേണ്ടത്? മാന്യ പ്രേക്ഷകരെ, ഇത്രയ്ക്കും ദുഷ്ടനായിരുന്നു ഇവൻ എന്നുള്ളത് ഈ കുടുംബം തന്നെ പച്ചയ്ക്ക് പറയുമ്പോൾ ഇനി എങ്ങനെയാണ് ഇവനെ വിശേഷിപ്പിക്കേണ്ടത്? സുഡാപ്പി, ജിഹാദി, ഇസ്ലാമിക ഭീകരൻ, മുസ്ലിം കൊടും ഭീകരൻ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ എത്രയോ തവണ നമ്മൾ ഉപയോഗിച്ചതാ. ഇതിൽ അധികമായി ഈ മേത്തനെ, ഈ ശുപ്പാണ്ടിയെ, ഈ വൃത്തികെട്ട ജന്തുവിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? ആലോചിച്ച് നോക്കും. അർജുൻ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ, അവന്റെ മൃതദേഹത്തെ വെച്ച് പോലും അവന്റെ ആ ഒരു ആചാര അനുഷ്ഠാനം നടത്താൻ വേണ്ടി ചെറിയൊരു ശരീര ഭാഗമെങ്കിലും കിട്ടാൻ വേണ്ടി തിരച്ചിലിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആ തിരച്ചിലുകാരെ, ഈ ബന്ധുക്കളെ അത് മുടക്കാൻ വേണ്ടി പോലും ഇവൻ പ്രവർത്തിച്ചിരുന്നു. എന്നിട്ട് ശരീരം കിട്ടിയ സമയത്തോ, മൃതദേഹം കിട്ടിയ സമയത്തോ, ഗംഗാവലി പുഴയിൽ ഇട്ടു പോവാൻ ഞാൻ അർജുന ഇട്ടു പോയില്ലെന്ന് പറഞ്ഞ് കണ്ണീരണിഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പൊട്ടിക്കരഞ്ഞ അർജുനെ നിങ്ങൾ കണ്ടതല്ലേ? അതോടുകൂടി അർജുൻ ആരായി മാറി? കേരളത്തിലെന്നല്ല, ലോക മലയാളികൾക്കിടയിൽ വലിയ നെമ്മ മരമായിട്ട് ഇങ്ങനെ പൊങ്ങിപ്പോവായിരുന്നു. നമ്മൾക്കറിയാമായിരുന്നു പ്രേക്ഷകരെ, ഇവൻ എന്താണെന്നും ഇവൻ ആരാണെന്നും കൃത്യമായിട്ടും അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ പറയട്ടെ, ഇത് സത്യം, ഈ ധർമ്മം പുറത്തു കൊണ്ടുവരും. മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ ലോകത്തിന് മുൻപിൽ ഈ കുടുംബം തന്നെ പുറത്തു കൊണ്ടുവരും. അതല്ലെങ്കിൽ അതിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ആരെങ്കിലും രംഗത്ത് വരുമെന്ന് 100% ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, വിശ്വസിച്ചിരുന്നു. അത് സംഭവിച്ചിരിക്കുന്നു, അത് നടന്നിരിക്കുന്നു. ഈ ദുഷ്ടന്റെ മുഖം, വികൃത മുഖം ലോകം കണ്ടിരിക്കുന്നു. ഇനി പറയുന്നത് കുറച്ചുകൂടി ഉണ്ട്, കേട്ടു നോക്കാം. ഈ രാഘവേട്ടനും AKM, അതേപോലെ നമ്മുടെ മന്ത്രിമാര്, പിന്നെ ചീഫ് മിനിസ്റ്റർ ഈ പിണറായി വിജയൻ, സിദ്ധരാമയ്യ, DK ശിവകുമാർ, ഒരുപാട് എണ്ണിയാൽ തീരത്തെ. അതിലുപരി നന്ദി പറയേണ്ട ആണ് കേരളത്തിലെ പൊതുസമൂഹം. അവർ ഞങ്ങളുടെ കൂടെ നിന്നു. ഇതാണ് ഇതിലെ വാസ്തവം. ഇത്രയാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ നമുക്ക് എന്താ പറയാ ഇങ്ങനെ പറയാനായിട്ടുള്ളത്. കാരണം ഞങ്ങൾ ഇത് ഒരിക്കലും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ നിർത്തിയിട്ട് ഒന്നുമില്ല. ഇനി നമ്മളെ സംബന്ധിച്ചോളം നമ്മളത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇതിൽ പൊതുജനങ്ങൾ ഇതിൽ കബളിക്കപ്പെടുന്നുണ്ട്. ഒരാളിലേക്ക് മാത്രം അതൊന്നും നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊന്നും അതിൽ വരാതില്ല. ഒരാളിലേക്ക് പോകുന്നതിലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന നമ്മുടെ ഇമോഷനെ വിറ്റിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഒരുപാട് സഹായത്തിന്റെ പ്രവാഹമാണ്. ഈ ഫണ്ടുകളൊക്കെ ഇവിടെ മേടിച്ച് വെച്ചാൽ ഞങ്ങൾ കോടികൾ ഇവിടെ വെക്കാനുള്ള പൈസ ഉണ്ടാവും. ഇപ്പൊ ആ രീതിയിൽ ആൾക്കാരാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ആൾക്കാർ പേരുകളൊന്നും നമുക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. ആ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ ബന്ധപ്പെടുന്നതും ഏത് രീതിയിലുള്ള സഹായത്തിനും എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങളെ, അതായത് ഒരു ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും. ഞാൻ എത്ര പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു നടക്കരുത്, ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വേണേ എന്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഇതിലൊക്കെ പറയുന്നത് എന്തായാലും ഈ കുടുംബത്തിനെ ഇവരെല്ലാം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിനോട് ഈ ഫണ്ട് 70,000 രൂപ ഒന്നും അവർ തികയാത്തുന്ന. ആകെ ആ ഒരു കമ്പനി കയറിയിട്ടുണ്ടായിട്ട് 1 കൊല്ലം 3 വർഷമായി എന്നാണ് എല്ലാവരും പറഞ്ഞു നടക്കുന്നത്. ആകെ 1 വർഷമായിട്ടേ ഉള്ളൂ. 1.5 വർഷമായിട്ടുള്ള കമ്പനിക്ക് ഞങ്ങൾ എല്ലാവരും പഠിക്കുന്നത്. നോക്കൂ, അതായത് 1.5 വർഷം ആവുന്നേ ഉള്ളൂ ഇദ്ദേഹം അർജുൻ ഈ ചങ്ങാതിയുടെ വണ്ടിയിൽ കയറിയിട്ട്. അതിനിവൻ പറഞ്ഞു നടക്കുന്നത് 3 വർഷം എന്നാണ്. ഇനി മാത്രമല്ല, ഈ മനാഫ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാനും കേട്ടതാണ്, 75,000 രൂപ പോലും ഒരു മാസത്ത് ഇവന് തികയാതെ വരുന്നു. അതായത് 75,000-ലധികം രൂപ മനാഫ് ഒരു മാസത്തിൽ അർജുന് ശമ്പളം കൊടുക്കുന്നു എന്നാ മനാഫ് പറഞ്ഞത്. പക്ഷെ ഈ കുടുംബം ഇനി പറയുകയാണ്, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ ചെറിയ കുടുംബമാണ്, ഞങ്ങളുടെ ഈ പറയുന്ന 5,000 പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത ആളുകളോട് ഞങ്ങളുടെ ഈ ദൈന്യത പറഞ്ഞ് നടക്കല്ലേ മനാഫ്ക എന്ന് പറഞ്ഞിട്ട് കേട്ടില്ലത്രേ ഈ ദുഷ്ടൻ. ആ ദുഷ്ടൻ അവന്റെ ആ ഒരു പ്രാധാന്യം വളർത്തിയെടുക്കുക വലിയ നന്മമരമായി കേരള സമൂഹത്തിൽ ഇവന്റെ പേരിങ്ങനെ ഉയർന്നു ഇങ്ങനെ കേൾക്കണം. അതിനു വേണ്ടി മാത്രം ഒരു ചെറ്റ തുനിഞ്ഞിറങ്ങിയ ആ ഒരു വാർത്ത, ആ ഒരു യാഥാർത്ഥ്യം സത്യമാണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചുകൂടി ഉണ്ട്, കേട്ടേക്കാം. 3-4 വർഷമായി. പക്ഷെ എല്ലാവരോടും സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് ആ സെന്റിമെന്റ്സിന്റെ മുകളിൽ കയറി ജീവിക്കും. അല്ല, അദ്ദേഹം ജീവിക്കുന്നു, അതെല്ലാം അദ്ദേഹത്തിന്റെ പിന്നെ കാര്യങ്ങൾ. പക്ഷെ നമ്മളെ കോട്ട് ചെയ്തുകൊണ്ട്, കുടുംബത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇനി ഒരു വൈകാരികത അദ്ദേഹം സൃഷ്ടിക്കരുത്, ദയവ് ചെയ്ത് നിർത്തണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് നിയമപരമായിട്ട് പോകേണ്ടി വരും. കാരണം കുറെ ബന്ധപ്പെട്ട് നേരിട്ട് നിർത്താൻ വേണ്ടി നിൽക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടു നിർത്താൻ വേണ്ടി, പക്ഷെ നിർത്തുന്നില്ല. ഓരോ ദിവസം പുതിയ 3 യൂട്യൂബ് ചാനലുകൾ പിന്നെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെയൊക്കെ അറിയാത്ത ഏതൊരു നമ്പറിൽ നിന്ന് കോള് വന്നാലും അത് മറ്റൊരാൾ വീഡിയോ എടുക്കും, എന്നിട്ട് അത് സ്പീക്കറിൽ ഇട്ടിട്ട്
ഇങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഓഡിയോ പോലെ ആക്കിയിട്ട് നന്ദി പറയുന്ന വീഡിയോസ് അത് ഇങ്ങനെ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ആവശ്യമില്ല. അയാൾ മനാഫ്ഖാന്റെ സംബന്ധിച്ച് അയാളെ കാര്യം എന്തായിരുന്നു? അർജുനെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക, പിന്നീടുള്ള അയാളെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷെ ഞങ്ങളുടെ വോട്ട് ചെയ്തത് കുടുംബത്തിന് മറ്റുള്ളവർ മുന്നിൽ പിന്നെ വ്യക്തിഹത്യ ചെയ്യരുത്. അത് തന്നെ പറയാനുള്ളത്. ഒന്ന് അതായത് അവരുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായമായിട്ട് വരുന്ന കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അത്തരത്തിലുള്ള റിക്വസ്റ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ഇല്ല. അല്ല, ഇപ്പൊ പല ഫണ്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവോടല്ല. ഞാൻ ഇപ്പോഴും പറയണം, ഈ മനാഫിന് അർജുന്റെ പേരിൽ പണം ലഭിച്ചിട്ടുണ്ട്. അത് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളുണ്ട്. പണം ലഭിച്ചിട്ടുണ്ട്, അത് ഇവിടെ ഇടാം. പക്ഷെ അങ്ങനെ ഒരു പണം സ്വീകരിക്കുമ്പോൾ നമ്മളോടല്ലേ ചോദിക്കേണ്ടത്? നമ്മളോട് ചോദിക്കണ്ടേ? ആര് പണം തരികയാണെങ്കിലും നമ്മളോട് ചോദിക്കണ്ടേ? വേണോ ചോദിക്കണ്ടേ? നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വൈകാരികത എത്തുന്നു എന്ന് പറയാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നോക്കൂ, അർജുന്റെ പേരിൽ കാശ് ചെയ്തു. ഇപ്പൊ ഞാൻ തന്നെ നിങ്ങളോട് പറയണം, അർജുന്റെ വീട്ടിലേക്ക് നമുക്ക് ഇത്ര കാശ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു പിരിവ് നടത്തിയാൽ അർജുന്റെ കുടുംബത്തിന് എനിക്കെതിരെ കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പെർമിഷൻ ഇല്ലാതെ അദ്ദേഹത്തിന്റെ പേരിൽ കാശ് പിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവൻ ലക്ഷ്യമിട്ടത് കോടിക്കണക്കിന് രൂപ ഈ അർജുനെ വിറ്റ് കാശാക്കുക എന്നല്ലാതെ എന്താണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ എങ്ങനെയാണ് കുറ്റപ്പെടുത്തുക? ഇപ്പോൾ ഇവിടെ ഒരു കമന്റ് വന്നിരിക്കുന്നു, സജീവ് കുമാർ എസ് എന്ന് പറയുന്ന ഒരു മനാഫിന്റെ ആ പറയുന്ന മുക്കാൽ നുണയുന്നവനാണെന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരുന്നു. വെറുതെ എന്തെങ്കിലും പറയരുത്. അയാൾ ഒരു നല്ല മനുഷ്യനാണ് മിസ്റ്റർ മനാഫ്. ഒന്നെങ്കിൽ മനാഫിന്റെ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റുകൾ ഹിന്ദു നാമത്തിൽ വന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ മനാഫിന്റെ മുക്കാൽ നുണയുന്ന ഒരു ഹിന്ദു നാമധാരി. എന്തായാലും കൃത്യമായിട്ടും മനാഫിനെ ഇനിയും പറയുന്നുണ്ട്, കേട്ടു നോക്കാം. കാര്യം, ഞങ്ങൾ ഇതുവരെ ആരോടും പണം ആവശ്യപ്പെട്ടില്ല. ഒരാൾ പോലും ഈ പറയുന്ന വ്യക്തിക്ക് പണം കൊടുക്കരുത്. ഞങ്ങൾക്ക് പണത്തിന് ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ സംവിധാനങ്ങളാണ്. കൃഷ്ണപ്രിയയ്ക്കും ജോലി കൊടുത്തു, മകന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. മറ്റെല്ലാം സംവിധാനം എല്ലാ സാധാരണക്കാരുടെ വീട്ടിലുള്ള പോലെയുള്ള സംഭവം നമ്മളെടുത്തുള്ളൂ, നമ്മുടെ വീട്ടിലുള്ളൂ. അതിൽ കൂടുതലായിട്ടുള്ള ഒരു ബാധ്യതയൊന്നും ഈ വീട്ടിലും ഇല്ല. ഇതെല്ലാം ഞങ്ങൾ മുന്നേറിക്കൊണ്ട് ഞങ്ങൾ ജീവിച്ച് ഞങ്ങളതായിട്ടുള്ള ഒരു പിന്നെ കാര്യമുണ്ട്. അതിൽ മുന്നേറി പോകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളെ രീതിയിൽ വിട്ടുതരിക. ഞങ്ങൾക്ക് ജോലി സ്ഥലത്ത് പോകേണ്ടത് ആവശ്യമില്ല. എല്ലാവരും ജോലിക്ക് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങൾ ഒരു പരിഹാസ്യ കഥാപാത്രമായി മാറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാം എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കാനുണ്ട്. മനാഫിന്റെ മറ്റ് ഇനി ഈ ഫണ്ട് സ്വീകരിക്കുന്നതോ പിന്നെ അല്ലെങ്കിൽ ഈ വ്യക്തിപരമായിട്ട് അവഹേളിക്കുന്ന രീതിയിലുള്ള അർജുൻ, അതായത് ഇത് ഞങ്ങൾക്കെല്ലാം അച്ഛനാണെങ്കിലും നോക്കൂ, അച്ഛൻ പശുവിനെ പൊറ്റിട്ടാണ്, പശുവിനെ വളർത്തിയിട്ടാണ് ഞങ്ങൾ കുടുംബം പോകുന്നത്. പിന്നെ ഇവര് ജോലിക്ക് പോകുന്നത്, അനിയത്തി ജോലി പോകുന്നത്, എന്റെ വൈഫ് ജോലി, ഞങ്ങൾ എല്ലാവരും ഇതൊന്നും ഇവിടെ പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എങ്ങനെയാണെന്നൊന്നും ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഒരു PR വർക്കാണ് ഇതിൽ നടക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്. ആദ്യം അങ്ങനെയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഈ പുള്ളിയെ ഞങ്ങൾ അതുകൊണ്ട് തള്ളി പറയാതിരിക്കാൻ കാരണം ആദ്യഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ മനാഫ് ഞങ്ങളെല്ലാം ഒരുമിച്ച് തന്നെയായിരുന്നു, ഒരേ ദിശയിലായിരുന്നു. പിന്നീടാണ് ഈ രണ്ടാം ഘട്ടത്തിന് ശേഷമാണ് അവര് വേറെ രീതിയിലേക്ക് പോവുകയും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയും ഞങ്ങളെ കൂടെ ഒപ്പം യൂട്യൂബ് ചാനൽ ഉണ്ടായത് ഈ ലോറി വർമ്മ മനാഫ് എന്നുള്ള ഒരു പേര്, ആ ഒരു ബ്രാൻഡ് അങ്ങനെ കയറിയിരുന്നു. അതാണ് അയാൾ ആളുകൾ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത്. അതൊക്കെ അദ്ദേഹത്തിന്റെ അല്ല, ഈശ്വർ മാൽപ്പൻ ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിൽ, രണ്ടാം ഘട്ടത്തിലും. മൂന്നാം ഘട്ടത്തിൽ അനാവശ്യമായ ഇടപെടൽ മാത്രമാണ്. അത് ഞങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അവിടുത്തെ സംവിധാനത്തിന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെ മാൽപ്പയെ പറഞ്ഞേക്കുന്നൊന്നും. ഇപ്പോഴും പറയാണ്, അത് അവിടുത്തെ ഭരണകൂടത്തിന് തന്നെ മനസ്സിലായി ഇത് വേറെ രീതിയിലേക്കാണ് തിരച്ചിൽ പോകുന്നത്. അവരവിടുന്ന് ഒരു സാധനം എടുക്കുന്നു, അപ്പോഴതിന് വീട് എടുക്കുന്നു, അപ്പൊ ട്രഷർ വരുന്നു, ഇങ്ങോട്ട് വരുന്നു, എടുക്കുന്നു. അതായത് നമ്മൾ കേന്ദ്രീകരിച്ച പോയിന്റിലേക്ക് തിരച്ചിൽ നടത്താൻ അനുവദിക്കുന്നില്ല. ആകെ അനുവദിച്ചത് കുറച്ച് ദിവസം. ഇതിന്റെ മുകളിൽ അത് പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഒരിക്കലും കർണാടക ഗവൺമെന്റ് ഇത് തുടങ്ങുമ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്. ഇത് ഒരു അവസാന ഘട്ട തിരച്ചിലാണ്. ഇതിൽ അപ്പുറം ഇനി ഒരു തിരച്ചിൽ സാധ്യമല്ല എന്ന പൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങൾ പാസ് ചെയ്യും. അത് കാർവാർ MLA അന്നത്തെ പത്രസമ്മേളനത്തിൽ അവിടെ വ്യക്തമായിട്ട് പറയുകയും ചെയ്ത സംഭവമാണ്. തിരിച്ചു പോകുമ്പോൾ അറിയുന്നു. കാരണം ഈ ഡ്രഗ്ഗർ കമ്പനിക്ക് അവരുടേതായിട്ടുള്ള ഡൈവേഴ്സ് അവിടെ ഉണ്ട്. അതിൽ 2 പേരുണ്ട്.
പിന്നെ അവർക്ക് വേറെ അപ്പൊ എന്താ ഇവരും ഈ ഡ്രഗ് കമ്പനിയുടെ പ്രശ്നം അത് തന്നെയായിരുന്നു. അവരെ രീതിയിൽ തെരച്ചിൽ നടത്താൻ അനുവദിക്കുന്നില്ല. ഇവിടെ സാധനം കിട്ടുമ്പോൾ ഡ്രഗ് ഇങ്ങോട്ട് വരുന്നു. അറിയാലോ, ഓരോ അത്രയും സമയം എടുക്കും ഒരു പൊസിഷൻ എടുത്ത് അവിടെ മണ്ണ് മാന്താൻ ഉപയോഗിക്കുമ്പോൾ. അപ്പൊ അതൊക്കെ അവർക്ക് സാങ്കേതികമായിട്ട് തടസ്സമുണ്ടായിരുന്നു. അവർക്കൊരു സംവിധാനമുണ്ട്, അവർക്ക് ഡൈവേഴ്സ് ഉണ്ട്. അപ്പം മറ്റൊരു തേർഡ് പാർട്ടി ഇന്റർവെൻഷൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് MLA SP പറഞ്ഞു. അതിന്റെ പുറത്താണ് പിന്നെ അദ്ദേഹത്തിന് അവിടുന്ന് മാറേണ്ട വന്ന സാഹചര്യം. അല്ലാതെ ഞങ്ങളായിട്ട് പിന്നെ പാൽപ്പ് ഇറങ്ങണ്ടെന്ന് ആരിറങ്ങണ്ട എങ്ങനെ നടത്തണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജില്ലാ ഭരണകൂടമാണ്. അല്ലെങ്കിൽ ഇതിന് നിയോഗിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് പോലും അതിനെക്കുറിച്ച് അറിയില്ല. ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു അറിവുള്ള ആൾക്കാരല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാം ഇതിൽ സാധാരണ ആൾക്കാരാണ്. ഇതിലെ യഥാർത്ഥ ഉടമ മുന്നീനാണ്. അല്ല, അതെ, അത് യഥാർത്ഥ ഉടമ RC ഓണറാണ്. അദ്ദേഹമാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പം അദ്ദേഹത്തിന്റെ പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് അർജുന് വേണ്ടി ആത്മാർത്ഥതയോടെ ഞങ്ങൾ കൂടെ നിന്ന്, അതായത് ഉള്ളിൽ അർജുൻ നഷ്ടപ്പെട്ടതിന് വേദനയോടെ നിന്ന ഒരു വ്യക്തിയാണ് മുബീൻ. അതിന് ആ ഒരു വൈകാരികമായ തലം ഇതിലുണ്ട്. ഞങ്ങളെ മാക്സിമം അദ്ദേഹത്തിനുള്ള ഒരു കടപ്പാട് ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞങ്ങൾ മനാഫിനെ തള്ളി പറയാൻ തയ്യാറായിരുന്നു. നോക്കൂ, ഇനി ഇത് നമ്മന്റെ മനാഫ്ക പറയുന്നത് കേൾക്കണ്ടേ? നോക്കൂ, മനാഫിന്റെ ആരാധക വൃന്ദങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. അതായത് മരിച്ച അർജുന്റെ ബന്ധുക്കൾ ഇത്രയ്ക്ക് പച്ചയ്ക്ക് സത്യസന്ധമായി കാര്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറയുമ്പോഴും ഈ മനാഫിൽ അങ്ങോട്ട് ആ ആരാധന അതല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ലഹരിയിൽ മുങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴും മനാഫിനെ കുറിച്ച് നമ്മളൊക്കെ ആദ്യ സമയം മുതലേ കൃത്യമായിട്ട് മനാഫിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് ഞാനും പിന്നെ നമ്മുടെ DNA ന്യൂസിലുള്ള സുമേഷ് മാർക്കോപോളോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഈ മനാഫിനെതിരെ കൃത്യമായിട്ടും ഇവൻ വൃത്തികെട്ട ജന്തുവാണ് എന്നത് സമൂഹത്തിലേക്ക് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഞങ്ങളെ വിളിച്ചു പറഞ്ഞ സമയത്ത് ഞങ്ങളെ തെറി വിളിച്ചുകൊണ്ടും എന്നെയൊക്കെ ട്രോളിക്കൊണ്ടും എന്റെ വീഡിയോയുടെ കട്ടിങ്സ് ഒക്കെ എടുത്തുകൊണ്ട് എല്ലായിടത്തേക്കും പ്രചരിപ്പിച്ചുകൊണ്ട് ഇവനെ കാണുന്നിടത്ത് വെച്ച് അങ്ങോട്ട് മൂക്കുകൂടെ കയറ്റണം എന്നുള്ള രീതിയിലൊക്കെ ജിഹാദികൾ പ്രചരിപ്പിച്ചതൊക്കെ കണ്ട ആളുകളല്ലേ നിങ്ങളും? ഇപ്പോൾ എന്നെ ഈ കേൾക്കുന്ന നിങ്ങളിൽ പലരും പോലും എന്നെ പോലും തെറി വിളിച്ചിട്ടില്ലേ? സത്യമല്ലേ ഞാൻ ചോദിക്കുന്നത്? സത്യങ്ങൾ പറയുമ്പോൾ ആദ്യം തെറി വിളിക്കപ്പെടും, പിന്നെയോ ധർമ്മം വിളയാടും. അതാണ് ഇപ്പോൾ വിളയാടിയിട്ടുള്ളത്. ഇനി കേൾക്കാൻ നമ്മുടെ ഈ മനാഫ് വെള്ളരിപ്രാവ് ഉണ്ടല്ലോ, നന്മമരം. ഈ നന്മമരത്തിന്റെ വാക്കൂടെ കേട്ട് നോക്കാം ഈ പ്രതികരണം എന്താണെന്നുള്ളത്. നോക്കാം. ഞാൻ സത്യമായിട്ട് ഇതൊന്നും അറിയില്ല. ഇതൊന്നും അറിയില്ല. ഞാൻ എവിടെങ്കിലും ഒരു ഫണ്ട് പിരിച്ചതായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ നടു റോട്ടിൽ വന്ന് നിൽക്കുക, നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഗംഭീര വാക്കുകൾ ഇവൻ എന്തായാലും അറിയാട്ടോ. കാരണം ഇവന് മാർക്കറ്റ് ചെയ്യാൻ കൃത്യമായിട്ടും അറിയാം. എവിടെ പിടിച്ചിട്ടാണ് മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഇവൻ അറിയാം. ഇപ്പോൾ പറയുന്ന ഈ ആരോപണങ്ങളൊക്കെ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കല്ലെറിയാം. കല്ലെറിയിൽ ഞങ്ങളുടെ ഒന്നും സംസ്കാരം അല്ലടോ, നിന്റെ സംസ്കാരമാണ്. ശരിയാ നിയമപ്രകാരമാണ് കുറ്റം ചെയ്ത പാവപ്പെട്ട മനുഷ്യന്മാരെ കല്ലെറിഞ്ഞു കൊല്ലുകയും ചാട്ടവാറിട്ട് അടിച്ചു കൊല്ലുകയും തലവെട്ടിക്കൊല്ലുകയും ഏറ്റവും ക്രൂരമായിട്ടുള്ള വകകൾ നടക്കുന്നത് ശരിയാ നിയമപ്രകാരമാണ്. ഇവിടെ ആരും നിന്നെ കല്ലെറിയാൻ വരില്ല. സത്യങ്ങൾ ഇതുപോലെ പച്ചയ്ക്ക് വിളിച്ചു പറയും. പറയുന്നവരെ നിനക്കും നിന്റെ കൂട്ടർക്കും എന്ത് ചെയ്യാം? PR വർക്ക് നടത്തിക്കൊണ്ട് വർഗീയവാദികളാക്കാം. അവർക്കെതിരെ സമൂഹത്തെ തിരിക്കാൻ വേണ്ടി സകലതും കാട്ടാം. പക്ഷെ നീ ഒന്ന് മനസ്സിലാക്കുക, ഈ നുണ ലോകം ചുറ്റി വരുമ്പോഴേക്കും, സത്യം ചെരിപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരുമെന്ന് നമ്മൾക്കറിയാം. പക്ഷെ പതിയെ ചെരിപ്പിടുന്ന സത്യം തന്നെയെ ആത്യന്തികമായിട്ട് വിജയിക്കുകയുള്ളൂ എന്നതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. സത്യം തെളിഞ്ഞിരിക്കുന്നു. മനാഫ് എന്ന് പറയുന്ന നന്മമരം ചെറ്റയാണ്, വികൃതമുഖമാണ് അവനുള്ളതെന്ന് ഈ അർജുന്റെ കുടുംബം തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയുള്ള ന്യായീകരണം കേൾക്കാൻ നമുക്ക് ക്യാപ്സൂള്. നിങ്ങൾക്ക് എവിടെങ്കിലും തെളിയിക്കണമെങ്കിൽ തെളിയിക്കും. എന്ത് മനുഷ്യന്മാരാണ് ഇവര് പറയണത്? ഏതാ അറിയോ? ഒരു ഉസ്താദ്, അത് ഉസ്താദിനൊക്കെ കൂട്ടി പോയിരുന്നു. ഓരോ വീട്ടില് മോനെ എല്ലാരെയും ഫാമിലിനെ കാണാൻ വേണ്ടി പോകുമ്പോ നമ്മളെ വീട്ടിലെ മുതിർന്ന ആളുകള് കീശയിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കൂലേ കുട്ടിയേക്ക്? ഇട്ട് കൊടുത്തതാണ് എന്റെ ഓർമ്മയിലുള്ള ഏകത്. മനാഫ് 2000 റുപ്യ കൊണ്ടുപോയി കൊടുക്കാൻ പോണ ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നല്ലാണ്ട് എന്താ അങ്ങനെ? ഈ കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് അതായിരിക്കും. അതൊരു എന്താ പറയാ, ഒരു അപ്പൂപ്പന് ഒരു കൊച്ചുമോന് പോക്കറ്റിൽ ഇട്ട് കൊടുക്കില്ലേ? അപ്പൂപ്പനല്ല, മൊല്ലാക്ക. എന്താ അറിയില്ല.
ഞാൻ സത്യം പറയാലോ, ഞാൻ എന്റെ മക്കളെ പഠിച്ച സത്യം, ഞാൻ ഈ സമയത്താണ് അത് അറിയുന്നത്. തഗ് ഡയലോഗ് അതിന്റെ മുമ്പേ അറിയില്ല. ഞാൻ വേറെ ഞാൻ എനിക്കിതാ നിരന്തരം ഫോണ് വന്നുകൊണ്ട് ഞാൻ ഈ ഫോണുകളെ എടുക്കാറില്ല. കാരണം എനിക്ക് വലിയ ബുദ്ധിമുട്ടാവുന്നുണ്ട്. കാരണം എന്റെ കച്ചവടം ഇതാ കണ്ടില്ലേ, ഏത് സമയം ഫോണാ. എന്താണ് വൈകാരികത മുതലെടുത്തു എന്നുള്ളതാണ് വേറൊരു ആക്ഷേപം. ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്റെ ഒരു ആവശ്യം, അതായത് ഞാൻ എന്റെ സൈഡിൽ നിൽക്കുമ്പോ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, കുറച്ച് വീഡിയോ എടുക്കണം. ഞാനിപ്പോ അർജുന്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും എന്റെ വന്നിട്ടല്ലോ. ഇനിയിപ്പോ വന്നെന്ന് വിചാരിച്ചോളൂ. ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുനെ കിട്ടുന്നതോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും. നീ ആരാണ് ഞങ്ങൾക്ക് അറിയാം ചെയ്യാനുള്ളത്. ആരെ തറവാട് സ്വത്ത് നിർത്തിട്ടല്ലാലും ഒന്നും ചെയ്യണേ. ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെ ലോറി തന്നെ പേരിടും. അതൊന്നും പ്രശ്നമില്ല എനിക്ക്. ഞാനിങ്ങനെ അതായത് ലോറിക്ക് അർജുന്റെ പേരിടുമെന്ന് ഇവൻ വെല്ലുവിളിച്ച് പറയുകയാണ്. കുടുംബം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ അർജുവേട്ടന്റെ പേരിൽ ഇനിയും ഒരു സിമ്പതിക്ക് വേണ്ടി ഞങ്ങളുടെ മനസ്സ്, ഞങ്ങളുടെ ഹൃദയം തകർക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കല്ലേ, അർജുൻ എന്ന പേര് അതിന് ഇടല്ലേ എന്നൊക്കെ കാല് പിടിച്ച് പറഞ്ഞു. പക്ഷെ ഇവൻ വെല്ലുവിളിക്കുകയാണ്, ഞാൻ അർജുൻ എന്ന പേരിടും, അതിനാർക്കും പേറ്റന്റ് ഒന്നും ഇല്ലല്ലോ എന്ന്. മാത്രമല്ല ഇവൻ കൃത്യമായിട്ടും ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവന്റെ പ്രവർത്തനം. അതിന്റെ യാഥാർത്ഥ്യം അത് കൃത്യമായിട്ട് അവന്റെ അഹങ്കാരത്തോടു കൂടി ആ സംസ്കാരം ഇങ്ങനെ ഇനി പച്ചയ്ക്ക് ഒഴുകി വരും കേട്ടോ. ഞമ്മന്റെ സുഡാപ്പി സംസ്കാരം ഉണ്ടല്ലോ, കേക്കാം. ഞാൻ വേറെ ലെവലാ. എനിക്ക് ആരും പേടിയുള്ള കേസൊന്നുമില്ല. ഇനി എന്താ എന്റെ എതിരെയുള്ള ആരോപണങ്ങൾ എന്തൊക്കെ ഞാൻ അറിയില്ല. തീർച്ചയായിട്ടും ഈ വൈകാരികത വെച്ചിട്ട് തന്നെയാണ് ജനഹൃദയങ്ങളിലേക്ക് അർജുൻ എത്തിയത്. അങ്ങനെ വൈകാരികത ആയിട്ട് അതിന് തോന്നുന്നുണ്ടെങ്കിൽ അത് വൈകാരികത ആയിട്ട് കണക്കൂട്ടിക്കോളി, ഒരു പ്രശ്നമില്ല. ശരി, തെരച്ചിലുള്ള സമയം നഷ്ടപ്പെടുത്തി എന്നുള്ള ആരോപണം പറയുന്നത്. ഓക്കെ, ഞാൻ തന്നെയാണ് ആക്കിയത്, ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്തത്. എന്തായാലും ഇപ്പൊ പ്രശ്നം എന്റെ ഫാമിലി ആയിട്ട് ഞാൻ ഓരോ കണ്ടതിൽ ഇപ്പൊ എന്താ തെറ്റ്? എനിക്ക് മനസ്സിലാവില്ല. എന്താ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അമ്മ എന്റെ അമ്മാണ്. അമ്മ എന്നെ തള്ളി പറഞ്ഞോട്ടെ, എന്നാലും അമ്മാണ്. ആ അർജുന്റെ ഫാമിലി എന്റെ ഫാമിലി ആയിട്ട് ഞാൻ ഇന്നും കാണുന്നുണ്ട്. ഓർക്കൊരു ബുദ്ധിമുട്ട്, ഓരിപ്പോ എന്തെങ്കിലും ഒരു ബുദ്ധിമോശത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമോശമല്ല മനാഫേ, ബുദ്ധിമോശമല്ല. നിന്റെ വീട്ടിൽ നിന്റെ ചോരയിലുള്ള ഒരാളായിരിക്കണം അർജുന്റെ സ്ഥാനത്ത് ദുരന്തത്തിൽ മരണപ്പെട്ടത്. അപ്പോഴേടാ ജന്തുവേ നിനക്ക് മനസ്സിലാവുകയുള്ളൂ. ആ ചോര വെച്ചുകൊണ്ട്, ആ മൃതദേഹം വെച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന നിന്റെ ഈ ദുഷ്ടബുദ്ധി ഉണ്ടല്ലോ, നിന്റെ ഈ സുഡാപ്പി ബുദ്ധി, ജിഹാദി ബുദ്ധി, അത് നിനക്ക് മനസ്സിലാവില്ല. കാരണം നിനക്ക് വലുത് നിന്റേതായിട്ടുള്ള മാർക്കറ്റിങ്ങും നിന്റേതായിട്ടുള്ള ആ നന്മമര കളിയും തന്നെയാണ്. നോക്കൂ, ഈ ജിഹാദി പറഞ്ഞ മറ്റൊരു ഡയലോഗാണ്, എനിക്കിനി മുതൽ 4 മക്കൾ. അതായത് അർജുന്റെ മക്കളെ പോറ്റാൻ ആ കുടുംബത്തിന് വകയില്ല എന്നുള്ള രീതിയിൽ പോലും ഇവന്റെ വാക്കിന് വ്യാഖ്യാനിച്ചുകൊണ്ട് വലിയ നന്മമരമാവാൻ വേണ്ടി പറഞ്ഞതാ. അതായത് അർജുന്റെ ഭാര്യ, ആ ഭാര്യയും സഹോദരന്മാരും അച്ഛനും അമ്മയും എല്ലാം ഉണ്ടെന്നിരിക്കെ, ആ കുഞ്ഞു മോനെ നോക്കാൻ സർക്കാർ ഒരു ജോലി കൊടുത്തിട്ടുണ്ടെന്നിരിക്കെ, ആ കുട്ടിയെ ഞാൻ നോക്കുമെന്ന് അങ്ങോട്ട് സ്വയം പറയാം. അതിലൂടെ ചെറുതാവുന്നത് ആരാണ്? ആ കുടുംബത്തെ തന്നെയാണ്. കാരണം ആ കുടുംബത്തെ എല്ലാവരും എങ്ങനെയാ കാണുക? ആ ഒരു ദൈന്യതയോടെ ഉള്ള കണ്ണുണ്ടല്ലോ, ആ കണ്ണോടുകൂടിയെ കാണുക. ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ടും ഈ സാമദ്രോഹി അതിനെ സമ്മതിച്ചില്ല. ഇപ്പോഴും പറയുന്നത് എന്താ? ഇനിയും ഞാൻ ചെയ്യും, ഇനിയും ഞാൻ പറയും എന്നാ പറയുന്നത്. ഈ സാമദ്രോഹിയെ തുറന്നു കാട്ടിയ എന്നെ നിങ്ങൾ എത്ര തെറി വിളിച്ചിരുന്നു പ്രേക്ഷകരെ? സത്യല്ലേ? ഇനി എന്ത് നിങ്ങൾ പറയുന്നു? നമ്മൾ സത്യമേ പറയാറുള്ളൂ. ഈ മനാഫിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലിന് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കിട്ടിയ ആ സന്തോഷ വാർത്ത പങ്കുവെച്ച് അതിന് താഴെ കൂടി നിങ്ങൾ മനാഫിന് എന്താ പറഞ്ഞത് എന്നും ചോദിച്ച് ഒരുപാട് കമന്റ് ഇട്ടിരുന്നു. ഞങ്ങൾ പറഞ്ഞതായിരുന്നു സത്യം, ഞങ്ങൾ ചെയ്തതായിരുന്നു സത്യം, ഞങ്ങൾ ചെയ്യേണ്ടത് തന്നെയായിരുന്നു ചെയ്തത്, അതാണ് സത്യം എന്നുള്ളത് ഇവൻ കൃത്യമായിട്ടും പറയുന്നു. ഇനി ബാക്കി കൂടി ഉണ്ട് മക്കളെ. ഇതിനു മുമ്പ് എന്നോട് പേഴ്സണലായിട്ടും പല പ്രാവശ്യം പറഞ്ഞതാണ്. ഞാൻ അതൊന്നും കാണില്ല. എനിക്ക് അതിൽ ഓരോ ഒഴിവാക്കാനൊന്നും കഴിയില്ല. ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ ഓർക്ക് ഇനി ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി തീർച്ചയായിട്ടും ഓരോ കൂടെ ഉണ്ടാവും. അത് ഓരത് മാത്രമല്ല, ഞാൻ എന്റെ ഏത് ജോലിക്കാരെ കൂടി എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതന്നെ ഞാൻ ചെയ്യും. എനിക്ക് അമ്മയുടെ ആരോഗ്യ പ്രശ്നം കണക്കിലെടുക്കാതെ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടും ആ ലൈവ് യൂട്യൂബിൽ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഏത് ലൈവ്? അമ്മയുമായിട്ട്
ഒന്നും അറിയില്ല. ഏത് ലൈവ് എന്തൊരു പാവം. ഏതായാലും മാർക്കറ്റിംഗ് ആയിക്കോട്ടെ. ലോറി ഉടമ മനാഫ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. അതിൽ കേറി നോക്കിയോളൂ. ഞാനും അമ്മയും തമ്മിൽ എന്താ അഭിമുഖം നടന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഇവൻ എന്തിനാ ഈ ചാനലിന്റെ പേര് ഇവിടെ പറഞ്ഞെന്നറിയാമോ? ഇവന്റെ ചാനലിന് എല്ലാവരും സെർച്ച് ചെയ്ത് അങ്ങോട്ട് കുതിക്കുമെന്ന് ഇവൻ അറിയാം. ഇവൻ ഇതും ഒരു മാർക്കറ്റിംഗ് തന്ത്രമായി എടുത്തിരിക്കുന്നു. ഈ ദുഷ്ടനെ ഇതിലധികം എങ്ങനെയാണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് മുൻപിലേക്ക് തുറന്നു വെക്കുക? ഇനിയെങ്കിലും അർജുനോട് സ്നേഹമുണ്ടെങ്കിൽ ഈ സുഡാപ്പിയെ, ഈ ജിഹാദിയെ മനസ്സിലാക്കുക. ഇവൻ അർജുനെ വെച്ചുകൊണ്ട് കച്ചവടം നടത്തുകയായിരുന്നു. കാരണം ഇവനവിടെ കഷ്ടപ്പെട്ട കണക്കുകളൊക്കെ പറയുന്നുണ്ടല്ലോ മാന്യ പ്രേക്ഷകരടക്കം. അവൻ അവിടെ കഷ്ടപ്പെടേണ്ടത് അവന്റെ ആവശ്യമായിരുന്നു. കാരണം എന്താ, എന്റെ ലോറി കാണാനില്ലെന്നും പറഞ്ഞ് എവിടെങ്കിലും ചെന്ന് ഇൻഷുറൻസിന് വേണ്ടി അപ്ലൈ ചെയ്താൽ ഇൻഷൂർ കിട്ടില്ല. വാഹനം പോയി, വാഹനം എവിടെ നഷ്ടപ്പെട്ടു, വാഹനത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള ലീഗലായിട്ടുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷമുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഇവൻ 1 രൂപ ഇൻഷുറൻസ് തുക കിട്ടുകയുള്ളൂ. അപ്പോൾ വാഹനം കിട്ടേണ്ടത് ഇവന്റെ ആവശ്യമായിരുന്നു. അതിലെന്തായാലും അർജുൻ ഉണ്ടാവും എന്നുള്ളത് ഇവൻ അറിയാം. കാരണം ആ വണ്ടിയുടെ ക്യാബിനുള്ളിൽ നിന്ന് അങ്ങനെയൊന്നും പുറത്തോട്ട് പോവില്ല എന്നറിയുന്ന ഏതെങ്കിലും ചെറിയ ബുദ്ധിയുള്ള ഏതൊരാൾക്കും അത് അറിയാൻ പറ്റും. അപ്പോൾ ഇവന്റെ ആവശ്യമായിരുന്നു വാഹനം കിട്ടേണ്ടിയിരുന്നത്. ഇവിടെ പലരും കമന്റിലൂടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, അതായത് വാഹനം കിട്ടിയില്ലെങ്കിലും ഇൻഷുറൻസ് കിട്ടും എന്നുള്ളത്. പൊന്നു പ്രേക്ഷകരെ, നിങ്ങളെ വാഹനം കാണാനില്ല, ഈ വാഹനത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അന്വേഷണ റിപ്പോർട്ടിന്മേൽ മാത്രമേ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ. അതല്ലാതെ നിങ്ങൾ എന്റെ വാഹനം കാണാനില്ല ഇൻഷുറൻസ് കമ്പനിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി കണ്ണും പൂട്ടി നിങ്ങൾക്ക് ലക്ഷങ്ങൾ തരാൻ ഇൻഷുറൻസ് കമ്പനി പൊട്ടന്മാരല്ല. അവർ നോക്കുക എന്താണെന്ന് അറിയാമോ? എങ്ങനെ ഇൻഷുറൻസ് കൊടുക്കാതിരിക്കാം എന്ന് പ്രവർത്തിക്കുന്ന, മത്സരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കാശ് വാങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ലോറിയുടെ ഒരു പൊട്ടും പൊടിയുമെങ്കിലും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആധികാരികമായിട്ട് പോലീസ്, നീതിന്യായ സംവിധാനങ്ങൾ പറയേണ്ടതുണ്ട് ഈ ലോറിക്ക് സംഭവിച്ചത് ഇതാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാതെ ഈ കോഴിക്കോടൻ ഈ സുഡാപ്പി ചെന്നുകൊണ്ട് എന്റെ വണ്ടി പോയി വള്ളത്തിലാണെന്ന സംശയം എന്ന് പറഞ്ഞാൽ കാശ് എടുത്ത് കൊടുക്കാൻ ഇരിക്കുകയല്ല ഇൻഷുറൻസ് കമ്പനി. അതുകൊണ്ട് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി തന്നെയായിരുന്നു ഇവൻ പ്രവർത്തിച്ചത്. അതിൽ അവനെ കുറ്റപ്പെടുത്തുകയല്ല. കാരണം എന്റെ ഒരു വണ്ടി പോയി കഴിഞ്ഞാലും ഇൻഷുറൻസ് തുക വാങ്ങിയെടുക്കുക എന്നുള്ളത് എന്റെ ആവശ്യം കൂടിയാണ്. പക്ഷെ ഇവന്റെ ഈ അമിത വിനയമുണ്ടല്ലോ, അമിത കണ്ണീരുണ്ടല്ലോ, ആ കുടുംബത്തെ വിറ്റുകൊണ്ട് അർജുൻ എന്ന് പറയുന്ന ആ പാവത്തെ, അയാളുടെ ഡ്രൈവറെ വിറ്റ് തിന്നുന്നത് ആ ദേഹം സംസ്കരിച്ചതിന് ശേഷം ഇനിയും നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവന്റെ കരണക്കുറ്റി നോക്കി ഇനി ആ കുടുംബക്കാർ അടിച്ചു കഴിഞ്ഞാലും സംശയിക്കാനില്ല, കിട്ടുക അത് തന്നെയായിരിക്കും. കാരണം അർജുന്റെ പേരും പറഞ്ഞ് ഇനിയും ശുദ്ധ തെമ്മാടിത്തരത്തിന് ഇറങ്ങുന്ന ഇവനെതിരെ ഈ കുടുംബത്തിന് അവസാനം രംഗത്ത് വന്നുകൊണ്ട് മാധ്യമങ്ങളോട് പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അവസ്ഥയാണ്. ആ അവസ്ഥ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കണം. ഇത് കണ്ടോന്റെ കുട്ടിക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലി എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് മനാഫിന് ഈ അർജുൻ എന്ന് പറയുന്ന 1.5 വർഷക്കാലം പണിയെടുത്തൊരു തൊഴിലാളി മാത്രമാണ്. അയാൾക്ക് അങ്ങനെ എത്രയോ തൊഴിലാളികളുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തി മാത്രം. എന്നിട്ടോ കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് ആ കുടുംബത്തെ കണ്ണീരിലാഴ്ത്തി ആ മൃതദേഹം ദഹിപ്പിച്ചതിന് ശേഷം ഇനിയും കണ്ണീരിൽ ആഴ്ത്തുക എന്ന് പറഞ്ഞാൽ ഇവന് കിട്ടേണ്ടത്, ആ കുടുംബം ഇനി കൊടുക്കേണ്ടതുണ്ട്, നാട്ടുകാർ കൊടുക്കേണ്ടതുണ്ട്. ഈ സുഡാപ്പികളെ വെളുപ്പിക്കാൻ വേണ്ടി സുഡാപ്പികൾ ഇവിടെ ഒരുപാട് കമന്റ് ഇടുമെന്ന് വന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആ കുടുംബത്തിനെതിരെ സൈബർ അറ്റാക്ക് നടക്കും. അതെങ്ങനെയാന്ന് ഞാൻ ഇവന്റെ ബാക്കി വാക്കൂടെ കേട്ടിട്ട് പറഞ്ഞു തരാം പ്രേക്ഷകരെ. അതിപ്പോ ഈ ഒരു 10-20 ദിവസം മുമ്പേ എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്താ വലിയ തെറ്റാണോ? അത് എന്റെ ഇഷ്ടമല്ലേ, ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ അതെന്ത് ചെയ്യും? ഞാൻ എന്റെ വീട്ടിന്റെ കൊലായില് അർജുന്റെ വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ അതൊരു യൂട്യൂബറിന് കാണിച്ചു കൊടുത്തു. ഒരു ബൈക്ക് കാണിച്ചു കൊടുത്തിന് എന്താ തല കീ ആവോ? പക്ഷേ പിന്നെ ഈ സംഭവത്തിൽ നിങ്ങൾ മുമ്പ് അവിടെ വലിയ തർക്കം ഉണ്ടായിരുന്നു? ചമ്മി നാറിയിട്ടുള്ള വാക്കുകളാട്ടോ, ആരും കാര്യമായിട്ട് എടുക്കണ്ട. കാര്യമായ ഒരു തർക്കങ്ങളൊന്നുമില്ല. ഇതിപ്പോ എന്താ പറഞ്ഞാൽ ഞാനായിട്ട് എവിടെയും എന്താ പറയാ ഒരു ഫേമസ് ആയിട്ടില്ല. ഞാനിപ്പോഴും ഫേമസ് ആയെന്ന് തോന്നില്ല. ഇത് ആരൊക്കെ കുറച്ച് എന്താ പറയാ, ഇത് 4 ദിവസത്തെ ഒരു ഫേമസ്, അത് മനസ്സിലാക്കിയാ പോരെ. ഞാനിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇതില് ഇങ്ങനെ നിക്കുവോ? എന്തൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്? നാളെ നിങ്ങൾക്ക് ഒരു വിഷയം കിട്ടി നിങ്ങൾ പോകും. അല്ല, നിന്റെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് കാലം തെളിയിക്കും മനാഫെ. നമുക്ക് പണ്ട് പ്രളയം നടന്ന സമയത്ത് എനിക്ക് തോന്നുന്നു തിരൂരാണെന്ന് തോന്നുന്നു, തിരൂരുള്ള എന്തോ ഒരു ജംഷി, എന്തോ ഒരു ചങ്ങാതി, അവന്റെ ഒരു സുഡാപ്പി, അവന്റെ പേര് ഞാൻ മറന്നുപോയി, തോണിയിലേക്ക് വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തോണി കൊണ്ട് നിർത്തിയിടത്ത് തോണിയിലേക്ക് സ്ത്രീകൾക്ക് കയറാൻ വേണ്ടി കുനിഞ്ഞു നിന്ന് മുട്ടിലിരുന്ന് കൊടുത്ത് സ്റ്റെപ്പായി നിന്ന ഒരുത്തനെ പറ്റി നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ? 100 കണക്കിന് 1000 പത്രങ്ങൾ അത് പ്രസിദ്ധീകരിച്ചതല്ലേ? എന്നിട്ടോ ആ ചങ്ങാതിയെ പിന്നീട് പിടിച്ചതെന്തിനാ? പോലീസ് അറസ്റ്റ് ചെയ്ത്. എന്തിനാ?
കമിതാക്കളിൽ നിന്നും കാശ് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അതായത് കടലോരത്ത് കാറ്റുകൊള്ളാനോ സംസാരിക്കാനോ വന്ന ഒരു പെൺ സുഹൃത്തും ആൺ സുഹൃത്തും കൂടി വന്ന സമയത്ത് അവരെ ഭീഷണിപ്പെടുത്തി മൊബൈൽ വാങ്ങി കാശൊക്കെ വാങ്ങിയപ്പോൾ പോലീസ് കംപ്ലൈന്റ് ചെന്നു. അങ്ങനെ അവൻ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ അടയ്ക്കപ്പെട്ടത് കണ്ടതല്ലേ? ഇത്തരത്തിലുള്ള സുഡാപ്പികളുടെ ഈ നീച ജന്മങ്ങളെ എന്തായാലും കാലം ഒരു ദിവസം തെളിയിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവന് വല്ലാതെ ലൈഫ് കിട്ടിയില്ല. അതിനു മുൻപ് തന്നെ അർജുന്റെ കുടുംബം തന്നെ യഥാർത്ഥത്തിൽ രംഗത്ത് വന്നുകൊണ്ട് ഇവൻ എന്താണ് ഈ ക്ഷുദ്ര ജീവി എന്നുള്ളത് തെളിയിച്ചു. അത് മാത്രമാണ് ഇവിടെ നടന്നത്. അല്ലാതെ നിനക്കൊന്നും ഒരിക്കലും ലൈഫ് കിട്ടില്ല. നിന്നെ പോലത്തെ പച്ച നുണകൾ പടച്ചിറക്കിക്കൊണ്ട് ജിഹാദികളെ വെളുപ്പിക്കാൻ വേണ്ടി ഇവിടെ വലിയൊരു സുഡാപ്പി കൂട്ടങ്ങളെയും കൂട്ടി സോഷ്യൽ മീഡിയയിൽ യുദ്ധത്തിന് വന്നാലൊന്നും ധർമ്മം തോൽക്കില്ല, സത്യം തോൽക്കില്ല. ബാക്കിയൂടെ കേൾക്കാം ഈ ക്ഷുദ്രജീവിയുടെ. പിന്നെന്താ ഫീലുള്ളത്? അപ്പൊ ഞാൻ ചെയ്തത് എന്തൊക്കെ എനിക്ക് മനസ്സിലാവില്ല. ഓരെന്ത് പറഞ്ഞാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓരെന്റെ ഫാമിലിയാണ്. ആ അമ്മയും അച്ഛനും എല്ലാരും എന്റെ ഫാമിലിയാണ്. ആരോടും പറഞ്ഞു കഴിഞ്ഞാല് ഒരു തെളിയിച്ചോട്ടെ ഏത് ഞാൻ ഏതെങ്കിലും പണം വാങ്ങിക്കണം എന്നുള്ളത് ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാന് മാനാഞ്ചിറ സ്ക്വയറിന് മുന്നിൽ വന്നുണ്ട് എല്ലാരും കല്ലെറിഞ്ഞു പോകുന്നാളില് അങ്ങനെ എന്തെങ്കിലും ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഓന്റെ ചിത എന്താ പറയല്ലോ, ചിത അടങ്ങിയിട്ടില്ല ഇവർക്ക്. എടാ ചിത അടങ്ങിയിട്ടില്ലെന്ന ഈ ഡാഷ്മൻ പറയുന്നത്. ഈ ചിത അടങ്ങുന്നതിന് മുൻപേ അർജുനെ വെച്ചുകൊണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിൽ കണ്ണീരൊഴുക്കി സിമ്പതി ഒഴുക്കിക്കൊണ്ട് അവനൊരു ചാനൽ മേക്ക് ചെയ്ത് എടുക്കുക എന്ന് പറയുമ്പോൾ ഈ ചെറ്റയെ ഇതിൽ പരം എന്താണ് സുഹൃത്തുക്കളെ പറയേണ്ടത്? ഇനി അവൻ പറയാ ചിത അടങ്ങിയിട്ടില്ല. തഗ്ഗുകളുടെ രാജകുമാരനാ. തഗ് ഡയലോഗുകൾ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി കുറച്ചുകൂടെ കേൾക്കാനുണ്ട് എന്തായാലും. പിന്നെ എന്തിന് ക്രൂശിക്കേണ്ട ആവശ്യം? ഞാൻ എന്ത് ക്രൂശിച്ചാലും എന്താണ് ഞാൻ ചെയ്തതൊക്കെ ഫുട് പ്രിന്റാ, അവിടെ നിലനിൽക്കും. അതിന്റെ മുകളിലേക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ഞാൻ ഒന്നും കൂടി എന്തൊക്കെ പറയണെന്നുള്ളത് കേട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി പത്രസമ്മേളനം അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. നോക്കൂ, ഇവനെ ഇനി എങ്ങനെയാണ് സുഡാപ്പികൾ രംഗത്ത് വരുന്നതെന്ന് അറിയാമോ? ജിഹാദികൾക്ക് അതിനൊരു ഭാഷയുണ്ട്. ഇവന്റെയൊക്കെ വിശുദ്ധ കിതാബിലൊരു തക്കിയ എന്നാണ് അതിന് പറയുക. അതായത് ഇനി ഈ അർജുന്റെ കുടുംബമുണ്ടല്ലോ, ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞ ആ കുടുംബത്തിനെതിരെ സൈബർ ഇടങ്ങളിൽ പച്ചത്തെറിയുമായി വന്നുകൊണ്ട് നന്ദികേട് കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞ ഈ അർജുന്റെ അമ്മയായാലും അച്ഛനായാലും സഹോദരിയായാലും ഭാര്യയായാലും സഹോദരനായാലും ഭാര്യ സഹോദരനായാലും ഇവരെയൊക്കെ ഇനി ഈ പറയുന്ന ഇന്റർവ്യൂ വന്ന വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ പോയി നോക്കിയാൽ മതി. അവിടെയൊക്കെ വികലാംഗന്മാരുടെ വികലമായിട്ടുള്ള കമന്റുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് കാണാൻ പറ്റും. പോയി കാണുക സഹോദരങ്ങളെ. ഇവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ എന്തെങ്കിലും ചെയ്താൽ അവനെ അങ്ങോട്ട് പൊക്കിക്കൊണ്ട് ഓടും. എന്നിട്ടോ അവൻ ചെയ്തത് ശുദ്ധ തെണ്ടിത്തരമാണ്, ചെറ്റത്തരമാണെന്ന് തെളിയുമ്പോൾ അവൻ എന്ത് ചെയ്യും? അവനെ വീണ്ടും പൊക്കും. എന്നിട്ടോ എതിർപക്ഷത്തുള്ള സത്യം തുറന്നു പറഞ്ഞ ധർമ്മം തുറന്നു പറഞ്ഞ ആളുകൾക്കെതിരെ തക്കിയ എന്ന് പറയുന്ന ഇവനൊക്കെ അനുവദിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ കിതാബിൽ അവന്റെ മദ്രസ പഠനത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള തക്കിയയുമായി രംഗത്ത് വന്നുകൊണ്ട് അപ്പോഴും ആരായി മാറും? അപ്പോഴും ധർമ്മം പറയുന്ന സത്യം പറയുന്ന ആളുകൾക്കെതിരെ വരും. ഭയപ്പാട് സൃഷ്ടിച്ചുകൊണ്ട് ഈ അന്യമതസ്ഥരെ മാറ്റി നിർത്തിക്കൊണ്ട് ഞമ്മന്റെ ആളുകളുടെ അഴിഞ്ഞാട്ടമാണ് ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ ആ കുടുംബം നേരിടാൻ പോകുന്നത്. എന്തായാലും ഇവിടെ സംതൃപ്തിയോടെ തന്നെയാണ് ഇന്ന് ഞാൻ സുഖമായിട്ട് ഉറങ്ങുക. കാരണം മനാഫ് എന്ന് പറയുന്ന ക്ഷുദ്രജീവിയെ സത്യസന്ധമായി ഇവൻ എന്തിനു വേണ്ടിയാണെന്നൊക്കെ പച്ചയ്ക്ക് ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞപ്പോൾ എന്നെ തെറി വിളിച്ച ആ വീഡിയോയുടെ ക്ലിപ്പുകളെല്ലാം എടുത്തുകൊണ്ട് എനിക്കെതിരെ ആ ഒരു ക്യാമ്പയിൻ പോലും സംഘടിപ്പിച്ചുകൊണ്ട് ജനമനസ്സുകളിൽ VK ബൈജു എന്ന് പറയുന്ന എനിക്കെതിരെ ഒരു വികാരം പോലും രൂപപ്പെടുത്തിയെടുത്ത ജിഹാദികളുടെ യഥാർത്ഥത്തിലുള്ള മനാഫ് ആരായിരുന്നു എന്ന് അർജുന്റെ കുടുംബം തന്നെ, അർജുന്റെ ഭാര്യയും അർജുന്റെ സഹോദരിയും അർജുന്റെ അളിയനും അർജുന്റെ അച്ഛനും അമ്മയും സഹോദരനും വന്ന് പറയുമ്പോൾ ഇവിടെ ധർമ്മം വിജയിച്ചിരിക്കുന്നു. മനാഫിനെതിരെ കൃത്യമായിട്ടും കാര്യങ്ങൾ സംസാരിച്ച ഞാനായാലും പിന്നെ നമ്മുടെ DNA ന്യൂസിലെ സുമേഷ് മാർക്കോ പോളയായാലും ഞങ്ങൾ പറഞ്ഞതായിരുന്നു സത്യം, ഞങ്ങളായിരുന്നു ശരി, ഞങ്ങളായിരുന്നു സത്യം എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇനി എന്നെ തെറി വിളിച്ച നിങ്ങൾക്ക് അതിൽ നിങ്ങൾ എന്നോട് മാപ്പ് പറയുകയോ ഒന്നും വേണ്ട. സത്യം എന്തായാലും നമ്മൾ പറയുന്നത് എല്ലാം സത്യമാണ്, ധർമ്മമാണ് എന്ന് ഇതിൽ പരം ഇനി എന്തിനാണ് തെളിവ്? ഭഗവാൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ധർമ്മം പ്രചരിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ ധർമാവതാരമുണ്ട്. മറ്റാരും ഞങ്ങൾക്ക് ആവശ്യമില്ല.
നിങ്ങളുടെ പരിപൂർണ പിന്തുണ നമ്മുടെ ചാനലുകൾക്ക് ആവശ്യമാണ്. ഈ വീഡിയോയുടെ ആദ്യ കമന്റ് അതിന് നിങ്ങൾ നോക്കുക. എങ്ങനെയാണ് നമ്മുടെ ചാനലിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ മാന്യപ്രേക്ഷകരുടെ സഹായം വേണ്ടതെന്ന് ആദ്യ കമന്റ് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് ശേഷം അത് ഓരോ മാന്യപ്രേക്ഷകരും നോക്കുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. സത്യം ജയിക്കട്ടെ, ധർമ്മം ജയിക്കട്ടെ. ജയ് ശ്രീറാം.